ഈ നവംബർ മാസം 8-ാം തീയതി സൺഡേയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യമാണ്. ഞാൻ പല പാസ്റ്റേഴ്സിനോടും ചോദിക്കുമ്പോൾ പല ചർച്ചകളും ഓപ്പണായിട്ടില്ല. ഇന്നും സൂം മീറ്റിങ്ങിലാണോ എന്ന് എന്നോട് പലരും ചോദിച്ചപ്പോഴല്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കാനുള്ള സാഹചര്യമുണ്ട്, ദൈവം തന്നിരിക്കുന്നു. അതൊരു വലിയ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സംസാരിച്ച മെസ്സേജ് മൊത്തം നമ്മളിൽ വെളിപ്പെടാനുള്ളൊരു ആത്മീയതയെ പറ്റിയാണ്. ഇന്ന് വളരെ കുറച്ച് മാത്രം ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മളിൽ വെളിപ്പെടേണ്ട ആത്മീയത. നമുക്ക് ലഭിക്കേണ്ട നന്മകളെപ്പറ്റി ശുശ്രൂഷകൾ ഒരുപാടുണ്ട്. ആ നന്മകൾ ഒരു പക്ഷെങ്കിൽ വിശ്വാസത്തിൽ ലഭിച്ചതാകാം. പക്ഷെ അത് നിലനിൽക്കണമെങ്കിൽ നമ്മളൊരു ആത്മീയത വെളിപ്പെട്ടേ പറ്റൂ. ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി ദൈവസേനയിൽ ഇരിക്കുമ്പോൾ ദൈവം പഠിപ്പിച്ചൊരു കാര്യമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയത വെളിപ്പെടുന്നില്ല. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ. ദൈവവചനം പറയുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ളവരാണ്. പക്ഷെങ്കിൽ ക്രിസ്ത്യാനികളിൽ 95% അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷെ ബൈബിൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല നമുക്ക് വേണ്ടി ജീവിക്കാനാണെന്ന്. യേശു വന്നത് തന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ളവരാണ്. ഞാൻ പലരോടും ഇത് സംസാരിക്കുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. ഒരത്ഭുതമല്ല, അത് ബൈബിൾ പറയുന്ന കാര്യമാണ്. നിങ്ങൾ എവിടെ വേണേലും എഴുതി നോക്കിയോ, ഏത് ബൈബിളിൻ്റെ അടുത്ത് വെച്ച് നോക്കിയോ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. പക്ഷെ ആ ഒരു ആത്മീയത ഇന്ന് എത്ര ക്രിസ്ത്യൻ മണ്ഡലത്തിൽ, ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മളെന്ന വ്യക്തി മരിച്ചു, ഇനി നമുക്ക് ദൈവത്തിന് വേണ്ടി മാത്രമേ ജീവിക്കാൻ പറ്റൂ. പക്ഷെങ്കിൽ ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജീവിക്കുന്നത് മൊത്തം അവർക്ക് വേണ്ടിയാണ്. അതെന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി ഞാൻ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയപ്പോൾ. നിങ്ങളിനി ഒന്നിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കിയോ, നമുക്കെന്ത് യോഗ്യത നമുക്ക് വേണ്ടി ജീവിക്കാൻ. നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നത് മുമ്പ് വരെ നമുക്ക് വേണ്ടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടി ജീവിക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നേ ഇല്ല. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് നമ്മൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ സ്വാർത്ഥത, നമ്മളെന്ന വ്യക്തി ഇതുവരെ മരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതിൽ കുറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല. ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. യേശുവിന് വേണ്ടി അല്ലാതെ ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നാകാം, പക്ഷെ ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തീത്തോസിൻ്റെ ലേഖനം ഞാൻ കഴിഞ്ഞ ദിവസവും ഇതിനെ പറ്റി തന്നെ പഠിപ്പിച്ചതാണ്. പക്ഷെ ഒന്നുകൂടെ നിങ്ങൾക്കതിന് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. പൗലോസ് ലേഖനങ്ങൾ എഴുതുന്നത് താൻ മൂലം സ്ഥാപിക്കപ്പെട്ട സഭയിലെ ശുശ്രൂഷകർക്കോ അല്ലെങ്കിൽ സഭകൾക്കോ വേണ്ടിയിട്ടാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ബൈബിൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ പ്രൊജക്ടറിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ അതെടുത്തിട്ട് നിങ്ങൾക്ക് അതും കാണാൻ പറ്റത്തില്ല, ഇതും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പൗലോസ് ലേഖനം എഴുതുന്നത് താൻ മൂലം സ്ഥാപിക്കപ്പെട്ട സഭയിലെ ശുശ്രൂഷകർക്കോ അല്ലെങ്കിൽ സഭകൾക്കോ. ഇത് ലേഖനം എഴുതുന്നത് തൻ്റെ ഹൃദയത്തിൽ ദൈവം ആ സഭയിലുള്ളവരെങ്ങനെയായിരിക്കണം, അവിടുത്തെ ശുശ്രൂഷകർ എങ്ങനെയായിരിക്കണമെന്നുള്ള വലിയ വാഞ്ചയോടാണ്. ചിലപ്പോൾ ദുഃഖം വരും, എനിക്ക് ദുഃഖം വരാറുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഇന്നാരാകുന്നില്ലല്ലോ. ഞാൻ ആഗ്രഹിക്കുന്ന പോലല്ല, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഇന്നാരാകണമെന്ന് ദൈവം ഹൃദയത്തിൽ ആലോചന തരുമ്പോൾ അവരങ്ങനെ ആകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ ദുഃഖം വരും. അങ്ങനെ ദുഃഖം വരുന്നില്ലെങ്കിൽ നിങ്ങളൊരു ആത്മീയരല്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ അതേ ഭാരമാണ് എൻ്റെ അകത്തിടേണ്ടത്. ദൈവത്തിന് ദുഃഖം വരുന്ന ഒരു കാര്യത്തിൽ ഞാൻ ദുഃഖിക്കുന്നില്ലെങ്കിൽ ഞാൻ ആത്മീയനല്ല. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യമാണ്, നിങ്ങളും ചിന്തിപ്പിക്കും ഇന്ന്. മുമ്പേ നാമും, മുമ്പേ ഞാനുമെന്നല്ല പറഞ്ഞേക്കുന്നത്, നിങ്ങളുമെന്നല്ല പറഞ്ഞേക്കുന്നത്. നാമും എന്നതിൻ്റെ അകത്ത് പൗലോസിയ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്.
ഞാൻ ഒത്തിരി പിന്നെയും മെഡിറ്റേറ്റ് ചെയ്തു. മുമ്പേ ഞാനെന്നല്ല നിങ്ങളെന്നല്ല പറഞ്ഞേക്കുന്നത്. പലയിടത്തും പൗലോസ് നിങ്ങളെന്ന് പറയാറുണ്ട് പൗലോസ്ലിയ, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാമും എന്നാ. ബുദ്ധി കെട്ടവരും പൗലോസ്ലിയായും ഉണ്ട് അതിൻ്റെ അകത്ത്, അനുസരണമില്ലാത്തവരും, വഴിതെറ്റി നടക്കുന്നവരും, നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും, ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും, ദ്വേഷിതരും അന്യോന്യം ഭയക്കുന്നവരും ആയിരുന്നുവല്ലോ. അപ്പോൾ നമ്മൾ വെളിപ്പെടേണ്ട ഒരു ആത്മീയത എന്താ? പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് പൗലോസ്ലീഹയും ഉണ്ട്, എല്ലാ സ്ലീഹന്മാരും ഉണ്ട്. ഇവിടെ ജനിച്ച് യേശുവിനെ സ്വീകരിക്കാൻ പോകുന്ന എല്ലാ വ്യക്തികളുമുണ്ട്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇതെല്ലാം അവരിൽ കാണും. പക്ഷെ യേശുവിനെ സ്വീകരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് കാണാൻ പറ്റത്തില്ല. അതാണ് വഴിയേക്കുന്നത്. ഇനി നിങ്ങളിതൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, എന്നിലിതുണ്ടോ? അപ്പോൾ പിന്നെ യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് എന്ത് മാറ്റം? ആ നാമം എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ബൈബിൾ വായിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്നെ അവിടെ ഇരുത്തി ഞാൻ പല ഭാഗങ്ങളിൽ നോക്കി. നിങ്ങൾ മുമ്പേ ദൈവമില്ലാത്തവരായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നാമം എന്ന് പറഞ്ഞപ്പോൾ പൗലോസ്ലീഹ ഉൾപ്പെടെയാണ്. വി അവർ സെൽഫ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയിൽ ഇതെല്ലാം സംഭവങ്ങളുണ്ട്. പക്ഷെ വീണ്ടും ജനിച്ചതിന് ശേഷം ആയിരുന്നല്ലോ നമ്മൾ പറയത്തില്ലേ, ആ പയ്യന് എന്ത് മോശമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഇത്ര മോശമായിരുന്നു പറഞ്ഞാൽ ഇപ്പോഴാരാ? ഇന്നാര് പണ്ട് വെള്ളം അടിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. ആത്മീയത വളരെ ഇമ്പോർട്ടൻ്റ്. യേശു വന്നത് പാപം ക്ഷമിക്കാൻ വേണ്ടി മാത്രമല്ല. ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. മുമ്പേ നമ്മളിൽ ഉണ്ടായിരുന്ന ഇത്രയും സ്വഭാവത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. യേശു വന്നതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അതോ ഇപ്പോഴും ദ്വേഷിതരും അന്യോന്യം ഭയക്കുന്നവരും അസൂയയിലും ഈർഷ്യയിലും നിൽക്കുന്നവരാണോ? ചിലപ്പോൾ ഇത് എന്നിൽ കാണും, ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും. പക്ഷെ അത് ദൈവത്തിൻ്റെ ദേഷ്യമാണ്. എന്തുകൊണ്ട്? പൗലോസിനും എന്നെ ദുഃഖിപ്പിക്കരുത് ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. കാരണം ശാസിക്കണം അവനെ. തീത്തോസിനോട് പറയാം, നീ ശാസിക്കുക. കാരണം എന്താ? യേശു ചെയ്തതിൻ്റെ ബെനിഫിറ്റ് ആ വ്യക്തിയിൽ കാണുന്നില്ല. യഥാർത്ഥമായിട്ട് യേശു എന്ത് ചെയ്തെന്ന് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാ യേശുവിനോടുള്ള സ്നേഹനിമിത്തമാണ്. യേശുവിനോടുള്ള സ്നേഹനിമിത്തമാണ്. കാരണം എന്താ? യേശുവിനുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ യേശു കാൽവറിയിൽ മരിച്ച് എന്നെ വിടുവിച്ചതിൻ്റെ ഒരു നിറവ് ഈ വ്യക്തിയിൽ വെളിപ്പെടുന്നില്ല. അല്ലെങ്കിൽ യേശു കാൽവറിയിൽ ചെയ്തതിൻ്റെ ബെനിഫിറ്റ് ഈ വ്യക്തിയിൽ കൂടി വെളിപ്പെടുന്നില്ല. ഈ കാര്യം വെച്ചതുകൊണ്ട് നമ്മൾ പിശാചിനെ ശാസിക്കുക അല്ലേ? ചിന്തിച്ചോണം. ഇത് ദൈവത്തിൻ്റെ അല്ല. ഇത് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ഞാൻ പിശാചിനെ ശാസിച്ചാൽ ആരെയാ ശാസിക്കുന്നത്? ഗ്ലോറി ടു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കാര്യം ദൈവത്തിൻ്റെതല്ല, പിശാചിൻ്റെതായിരുന്നു. അതിൽ നിന്നാണ് നമ്മളെ വിടുവിച്ചത്. നമ്മളിൽ ഇത്രയും കാര്യം നേരത്തെ ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെതല്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ മുമ്പേ നമ്മളിങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് പറയേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിരുന്നൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്ക്. ദൈവം നിങ്ങളോട് സംസാരിക്കും. എന്നോട് സംസാരിച്ച ദൈവം നിങ്ങളോട് സംസാരിക്കും തുടർമാനമായി. പക്ഷെ നമ്മൾ ഒരു ഫ്രീ മൈൻഡ് സെറ്റിലായിരിക്കണം ദൈവത്തെ ദൈവം എന്ത് പറഞ്ഞാലും എന്നിൽ അത് വെളിപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വചനം സ്വീകരിക്കാൻ. വചനം മെഡിറ്റേറ്റ് ചെയ്യാനും അങ്ങനെ വേണം.
എന്നെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ആത്മീയതയിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഇങ്ങനൊരു ആത്മീയത എന്ന് പറയുന്നത് ഇത് ബേസിക്കാണ്. കാരണം നമ്മൾ കിടന്ന ഒരു അടിമത്തത്തിലായിരുന്നു, ഇത്രയും കാര്യങ്ങൾക്ക് അടിമത്തത്തിലായിരുന്നു. അവിടുന്ന് നമ്മളെ വിടുവിച്ചു. നമുക്ക് സ്വയമായിട്ട് ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ലായിരുന്നു. അവിടുന്ന് നമ്മളെ വിടുവിച്ചു. ഇനി നിങ്ങൾ ഇതിൻ്റെ ഓരോ കാര്യവും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കിയേ. നാനാ മോഹങ്ങൾ, ദൈവം ആഗ്രഹിക്കാത്ത മോഹം, ദൈവം എന്നിൽ വെളിപ്പെടണമെന്ന് വിചാരിക്കാത്ത മോഹങ്ങളെല്ലാം നാനാമോഹങ്ങളാണ്. അത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ടാണ് ദൈവം തീരുമാനിക്കുന്നത്, എല്ലാവർക്കും കോമൺ അല്ല. ഞാനതും മെഡിറ്റേറ്റ് ചെയ്ത് നോക്കി. ദൈവം ഞാൻ ആരാകണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതി വേറൊരാളാകുന്ന പോലെ ഞാൻ ആകാനല്ല. വേറൊരാൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആകാനല്ല എൻ്റെ മോഹമെങ്കിൽ അത് നാനാമോഹമാണ്. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പ്രോസ്പർ ചെയ്യും. അങ്ങനെ ഒരു പഠിപ്പീരുണ്ട്, പ്രോസ്പെരിറ്റി ടീച്ചിങ്ങിൽ അങ്ങനെയാണ്. ഒരിക്കലും അത് ബിബിളിക്കലല്ല. കാരണം ദാസന്മാരുണ്ട്, വേലക്കാരുണ്ട്, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് പ്രോസ്പെരിറ്റിയിലായിരിക്കുമല്ലോ? ഇല്ല, അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ദാസന്മാരെ നിങ്ങളിങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ കീഴ്പ്പെട്ടിരിക്കണം പറഞ്ഞിട്ടുണ്ട്. സഭയിൽ ധനികൻ എങ്ങനെ ആയിരിക്കണം, ധനികനല്ലാത്തവരെങ്ങനെ ആയിരിക്കണം എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ, എല്ലാവരും ഒരുപോലെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് അല്ല. അതങ്ങനെ ടീച്ചിങ് ഉണ്ട്. പക്ഷേ എങ്കിൽ ബൈബിൾ ശരിക്കും പഠിച്ചാൽ അങ്ങനെയല്ല. ദൈവം അവരവർക്ക് വെച്ചിരിക്കുന്ന ആ ഒരു പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ജീവിക്കുന്നതാണ് പ്രോസ്പെരിറ്റി. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ എന്തായി തീരണമെന്ന് നമുക്കറിയില്ല, പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. അതിനാണല്ലോ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്ന് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. പക്ഷെ ആ പരിശുദ്ധാത്മാവിനെ നാം വിധേയപ്പെടാതെ എന്നിൽ ഇപ്പോഴും നാനാമോഹങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന് എന്നെ അതിലേക്ക് നടത്താൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എത്രമാത്രം നമ്മൾ പരിശുദ്ധാത്മാവിന് സെൻസിറ്റീവായിരിക്കണം. ഞാൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞാലും എനിക്ക് സ്വയമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ. കാരണം എന്താ? പരിശുദ്ധാത്മാവ് എന്നെ ഒരു നിമിഷവും ഗൈഡ് ചെയ്യുന്നത്. എന്നിൽ വെളിപ്പെടേണ്ടെന്ന ആത്മീയത പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഇത് ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ആത്മീയത എന്തെന്ന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അറിയാത്തൊരു ആത്മീയതയായിരിക്കും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ നിന്ന് ആരംഭിക്കുന്നതൊന്നും ആത്മീയമല്ല. നമ്മളിൽ നിന്ന് ആരംഭിക്കുന്നതിനെ ആത്മീയം എന്ന് പറയാനേ ഒക്കത്തില്ല. നമ്മൾ ജഡമാണ്. ആത്മീയം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൽ നിന്ന് ആരംഭിച്ചതേ ആത്മീയമുള്ളൂ. സ്പിരിറ്റിൽ നിന്ന് ജനിച്ചതേ സ്പിരിറ്റ് ഉള്ളൂ. ജഡത്തിൽ നിന്ന് ജനിച്ച ജഡമാണ്. നമ്മളിൽ നിന്ന് ആരംഭിച്ചതിനെ ഒരിക്കലും ആത്മീയനാക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്നത്. നമ്മളിന്ന് ജനിച്ചതിനെ ആത്മീയമാക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഗ്ലോറി ടു ലോർഡ്. ഇവിടെയാണ് എൻ്റെ പൂർണ്ണമായി ദൈവം എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്. പൂർണ്ണമായി ദൈവം എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്. എനിക്കിനി ജീവിക്കാനുള്ള യോഗ്യതയെ ഇല്ല. യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ എനിക്ക് ജീവിക്കാൻ യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ യേശു ആ മേഖലയിൽ എന്നെ ക്രൂശിക്കണ്ടായിരുന്നു. എന്നിൽ നിന്ന് ദൈവത്തിനൊന്നും എടുക്കാനില്ല, എല്ലാം കറപ്റ്റഡാ. അതുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങളിൽ നിന്ന്, ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ഒത്തിരി നോക്കിയപ്പോൾ മിക്കവാറും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ ഇതിൻ്റെ അകത്ത് മൊത്തം അടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ഞാനിത് കഴിഞ്ഞ ദിവസം ശുശ്രൂഷിച്ചിട്ട് പോയതാ. ഒരു ദിവസം ഇങ്ങനെ ഡ്രൈവിംഗ് ചെയ്ത് പോകുമ്പോഴാണ് നാമും എന്നുള്ളൊരു സൗണ്ട് ദൈവം ആത്മാവിനോട് പറഞ്ഞു. അതിൻ്റെ അകത്ത് നാമുമെന്ന് മെഡിറ്റേറ്റ് ചെയ്തപ്പോഴാണ്, അത് ഭയങ്കരമാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്ദനെന്ന് പറയുന്ന പൗലോസും ഉണ്ട്. എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ക്വാളിഫിക്കേഷനും താൻ ജഡത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്.
ആ വ്യക്തിയും ഇതിൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ വ്യക്തിയും ഇതിൻ്റെ അകത്തുണ്ട്. അവരിന്ന് വീണ്ടും ജന്മം പ്രാപിച്ചില്ലെങ്കിൽ ഇന്നും അവരിതിലാണ് ജീവിക്കുന്നത്. അപ്പോൾ വീണ്ടും ജന്മം എന്ന് പറയുന്നതിന് ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു ഭൂതമുണ്ട്. പക്ഷേ പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും ഒരു ഭൂതമില്ല. അതുകൊണ്ട് തന്നെ അവർക്കെന്തോ ഇല്ല, പ്രസൻസും ഇല്ല, പാസ്റ്റും ഇല്ല. അവർക്ക് ആകെ ഉള്ളത് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥ വീണ്ടും ജനിച്ചവന് ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു പ്രസൻസ് ഉണ്ട്, ഒരു ഫ്യൂച്ചർ ഉണ്ട്. ഇത് മൂന്നും വ്യത്യസ്തമായിരിക്കും. ഒരിക്കലും പാസ്റ്റ് ആയിരിക്കത്തില്ല. ഇപ്പം പ്രസൻറ്റ്, പാസ്റ്റ് പ്രസൻസിലാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് തന്നെ ആ പ്രസൻറ്റ്, പാസ്റ്റ് ജീവിച്ച ജീവിതശൈലി തന്നെ പ്രസൻസിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഫ്യൂച്ചർ അതിന് പ്രകാരം ആയിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കബളിക്കപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്. അടുത്ത വചനം. എന്നാൽ നോക്കിക്കേ, ഈ മേൽ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് പറയുക. എന്നാൽ നമ്മുടെ രക്ഷിതമായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതി പ്രവൃത്തികളല്ല. കാരണം നാം നീതി പ്രവൃത്തികൾ ചെയ്യാൻ പറ്റത്തില്ല. മേളത്തെ മൊത്തം നമ്മുടെ അകത്ത് കിടക്കുക. മൂന്നാം വാക്യത്തിൽ പറഞ്ഞതെല്ലാം എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഞാൻ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കും? അവൻ നാം ചെയ്ത നീതി പ്രവൃത്തികളല്ല. ഇന്ന് അനേകർ നീതി പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക. പല മതങ്ങളും അതാ പഠിപ്പിക്കുന്നത്. പക്ഷെ അവരോർത്തോണം, മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം അവരിലുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ചില സ്വഭാവ മോഡിഫിക്കേഷൻ അല്ല. സ്വഭാവ മോഡിഫിക്കേഷൻ ആണെങ്കിൽ ഈ മൂന്നാം വാക്യത്തിൽ കിടക്കുന്നതെല്ലാം എത്ര മോഡിഫൈ ചെയ്താലും അവരുടെയുണ്ട്. ഏറ്റവും സ്വഭാവം മോഡിഫൈ ചെയ്തൊരു വ്യക്തിയാണ് പൗലോസ്, അല്ലെങ്കിൽ ശൗൽ എന്ന് പറയുന്നതും പൗലോസ് എന്ന് പറയുന്നതും ഒരാൾ തന്നെ. ശൗൽ മാറി പൗലോസ് അങ്ങനല്ല, ഹീബ്രു വേർഡാ. അവർക്കത് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് റോമായി വന്നപ്പോൾ അവർ പേര് മാറ്റി പൗലോസ് എന്നാക്കിയതാ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ അല്ലല്ലോ പറഞ്ഞാട്ടെ. ഒരു പ്രവൃത്തിയുമല്ല. മൂന്നാമത്തെ വാക്യത്തിൽ ജീവിക്കുന്നവരെല്ലാവരും അവരുടെ ഒരു പ്രവൃത്തിയുമല്ല, തൻ്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചതെന്ന് പറയുമ്പോൾ ആ മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിൽ നിന്നും രക്ഷിച്ചു. അപ്പോൾ ദൈവസന്നിധിയിൽ എത്രമാത്രം വെറുക്കപ്പെട്ടതായിരുന്ന ആ മൂന്നാം വാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ആ വെറുക്കപ്പെട്ട കാര്യം ഇപ്പോഴും ദൈവസഭയ്ക്കകത്തുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ അല്ലല്ലോ പറഞ്ഞാട്ടെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും ശുശ്രൂഷിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, നമ്മിൽ വെളിപ്പെടേണ്ട ഒരു ആത്മീയത ശുശ്രൂഷിക്കാൻ വലിയ പാടാണ്. നമ്മിൽ വെളിപ്പെടുന്ന നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്ങിനെ പറ്റി ശുശ്രൂഷിക്കാൻ ഈസിയാണ്. ഞാനങ്ങനെ ശുശ്രൂഷിച്ചിട്ടുണ്ട് ഒത്തിരി. പക്ഷേ ദൈവം ഒത്തിരി എൻ്റെ കാര്യം പഠിപ്പിച്ചു. ഞാൻ എല്ലാ കാര്യവും നോക്കി. പ്രോസ്പെരിറ്റി ഗോസ്പൽ, കാൽവിൻ, അർമേനിസം, ഇത് മൊത്തം ഒത്തിരി ഇഷ്ടമായിപ്പോയി. ഈ കോവിഡ് സീസണിൽ മൊത്തം പഠിപ്പിക്കാൻ ദൈവം ഭാഗ്യം തന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ ആത്മീയത നിങ്ങൾ വെളിപ്പെട്ടാൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സ്വസ്ഥതയും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങും വളരെ വലുതാണ്. അതിനെ ഒരു പിശാചിനും തൊടാൻ പറ്റത്തില്ല. കാരണം പിശാചിന് അവകാശമില്ലല്ലോ. മേളി പറഞ്ഞിരിക്കുന്ന ആത്മീയത നമ്മൾ വെളിപ്പെട്ടാൽ പിന്നെ പിശാചിന് എന്താ അവകാശം? പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അവൻ നാം ചെയ്ത നീതി പ്രവർത്തികളല്ല, തൻ്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത്. അപ്പോൾ നോക്കിക്കേ, ഞാൻ ഇവിടെ പോകേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നു? എനിക്കൊരിക്കലും മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അതിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. അവിടുന്ന് എന്നെ രക്ഷിച്ചു.
അവൻ്റെ കരുണ, എന്നെ സ്നേഹിച്ചു. ഞാനിങ്ങനെ പാപിയായിട്ട് ദൈവത്തിന് വിരോധിയായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ദൈവത്തിന് എന്നോടുള്ള സ്നേഹമാണ് എന്നെ രക്ഷിച്ചത്. എനിക്കൊരിക്കലും ചെല്ലാൻ പറ്റാത്തൊരു മേഖലയിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം വന്ന് എന്നെ, അവൻ്റെ കരുണ എന്നെ രക്ഷിച്ചു. പ്രൈസലോ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു വ്യക്തിയുടെ അടിമയായിട്ട് ജീവിക്കുക. അവിടുന്ന് ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിട്ട് സ്വതന്ത്രമാക്കി. ഇനി നിങ്ങൾക്ക് ആർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റും? നിങ്ങളൊരു വ്യക്തിയുടെ അടിമത്തത്തിൽ, ആ വ്യക്തിക്ക്, അടിമയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ജോലി ചെയ്യുന്നതിന് ശമ്പളമില്ല. സെർവൻസ്, ദാസനാണെങ്കിൽ ജോലി ചെയ്യുന്നതിന് ശമ്പളമുണ്ട്. അടിമയെന്ന് പറഞ്ഞാൽ അവനെ വിറ്റത്, അവനെ മുഴുവനായി വിറ്റ് കൊടുത്തിരിക്കുക. ആ വ്യക്തി പറയുന്നതേ ചെയ്യാൻ പറ്റൂ. ശരിക്കും യേശു നമ്മളെ പർച്ചേസ് ചെയ്തത് ഒരു അടിമത്തത്തിലേക്കാണ്, യേശുവിൻ്റെ അടിമത്തത്തിലേക്കാണ്. പക്ഷെങ്കിൽ യേശുവിൻ്റെ അടിമത്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാം. വീണ്ടും ഞാൻ പറയാം, യേശുവിൻ്റെ അടിമത്തത്തിൻ്റെ പ്രത്യേകത വിലയ്ക്ക് വാങ്ങിയിട്ട് നിന്നെ സ്വാതന്ത്ര്യമായിട്ട് വിട്ടു. നിന്റെ തെരഞ്ഞെടുപ്പാണ് ആർക്ക് വേണ്ടി ജീവിക്കണോ വേണ്ടായോ. അവിടെ പോലും യേശുവിൻ്റെ അകത്ത് വെളിപ്പെടാത്തൊരു സ്വാർത്ഥതയുണ്ട്. അല്ല, വെളിപ്പെടാത്തൊരു സ്വാർത്ഥത. ആ സ്വാർത്ഥ ആ ഒന്ന് നമ്മൾ വെളിപ്പെട്ടിട്ടുണ്ടോ? ആ യേശുവിൻ്റെ അകത്ത് ആ സ്വാർത്ഥത വെളിപ്പെട്ടില്ല. അവൻ സർവ്വതും തന്ന് നിന്നെ വിലയ്ക്ക് വാങ്ങിയപ്പോഴും യേശുവിൻ്റെ അകത്തൊരു സ്വാർത്ഥതയില്ല. നമ്മൾ യേശുവിനെ വെളിപ്പെടുത്താൻ അവിടെ നിൽക്കുമ്പോൾ നമ്മളിൽ ആ സ്വാർത്ഥത ഇന്നും ഉണ്ടോ? യേശുവിനില്ലാത്ത സ്വാർത്ഥത എൻ്റെ അകത്തുണ്ടോ? നിങ്ങളുടെ അകത്തുണ്ടോ? യേശു എന്താ ചെയ്തത്? സകല ലോകത്തെയും വിലയ്ക്ക് വാങ്ങി, എന്നിട്ട് സ്വാർത്ഥത കാണിച്ചില്ല. നിങ്ങളുടെ ചോയ്സാ. നിങ്ങൾ അടിമത്തത്തിലായിരുന്നു, നിന്നെ വിലയ്ക്ക് വാങ്ങി നിന്നെ സ്വാതന്ത്ര്യമാക്കിയിട്ട് യേശു പറയാ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സ്വീകരിക്കാം. നിനക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയുന്ന പോലെ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാം. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ജീവിക്കാം. പ്രൈസലോ. എങ്ങനെ നന്ദി പറയാതിരിക്കും? എവിടുന്ന ഇവിടെ കിടക്കുവാ? നിങ്ങൾക്ക് ഇതുവരെ ഇവിടെ കിടക്കുമായിരുന്നു. എന്ത് ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയില്ലല്ലോ? എന്താ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ഈ ഭൂമിയിൽ ഇനി ഒന്നും കിട്ടിയില്ലെന്ന് വിചാരിച്ചോ? ഞാൻ മരിച്ചുപോയി, ഞാൻ രോഗിയായിപ്പോയി, മരിച്ചുപോയെന്ന് വിചാരിച്ചോ? എന്നാലും എന്താ എൻ്റെ ബ്ലെസ്സിങ്? എന്താ? പക്ഷെ ഈ ഒരു വെളിപ്പാടിലായിരിക്കണം മരിക്കുന്നത്. ഇന്ന് അനേകരും മരിക്കുന്നത് ഈ വെളിപ്പാടിലൊന്നും അല്ല. ഞെരുങ്ങി നിവർത്തിയില്ലാതെ ഒരു മരണം. ഓ, എന്തൊരു ഭീകരതയാ! ഈ ഒരു വെളിപ്പാടിലാണോ മരിക്കുന്നത്? ഈ വെളിപ്പാടിലാണ് മരിക്കുന്നത്. നീ ഏത് ഏജിൽ മരിച്ചാലും ഒരു വിഷയമില്ല. ഇതാണ് ആത്മീയത. ഇതാണ് ഒറിജിനൽ സ്പിരിച്വാലിറ്റി. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് നിങ്ങൾ ഇതുവരെ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇന്ന് അനേകരും മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല. മെഡിറ്റേറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇതിൽ യേശുവിനെ സ്വീകരിക്കുമായിരുന്നു. ഇന്ന് പൗലോസ് മെഡിറ്റേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. നേരത്തെ നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരുന്ന പുനർജനന സ്നാനം കൊണ്ടും. അടുത്ത വചനം, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട്. നോക്കി, യേശുക്രിസ്തു മൂലമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായി പകർന്നത്. പിന്നെ യേശുവിനെ കൂടാതെ ജീവിക്കുന്നവൻ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? നിങ്ങൾ ഇമാജിൻ ചെയ്തേ. ദൈവമായിട്ട് എന്താ ബന്ധം ആ വ്യക്തിക്ക്? എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും ആ വ്യക്തി? യേശുവിനെ കൂടാതെ ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും? നിങ്ങൾ ഈ വചനപ്രകാരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തേ. പരിശുദ്ധാത്മാവ് നമ്മളെ ടോട്ടലി നവീകരിക്കുക. നമ്മുടെ ചിന്തകളെ മൊത്തം എടുത്തു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ചിന്തകളാൽ നിറയ്ക്കുക. അതിനാണ് നവീകരണം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ഗ്ലോറി ടു ലോർഡ്. അവിടെ ആ വിഷയത്തിലൊക്കെ നിന്നുകൊണ്ട് ഒത്തിരി സംസാരിക്കുവാനുണ്ട്. ജീസസ്, ഗ്ലോറി ടു ലോർഡ്. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം. വളരെ ഇമ്പോർട്ടൻ്റാണ്. വീണ്ടും ജനിച്ച ആത്മാവ് ഒരുക്കമാ, ജഡം പലപ്പോഴും ബലഹീനമാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്വീകരിക്കേണ്ട ആത്മീയത, പ്രൈസ് ദി ലോർഡ്, ധാരാളമായി പകർന്നു വന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ വെളിപ്പെടേണ്ട ആത്മീയതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രോഗത്തിൻ്റെ കാരണം പാപമാണോ? ആണോ? ഒരു പരിധി വരെ രോഗത്തിൻ്റെ കാരണം പാപമാണ്. എങ്ങനെ അറിയാം? ബൈബിൾ ശരിക്കും മെഡിറ്റേറ്റ് ചെയ്താൽ അറിയാം. ജീസസ്. ആ കാരണത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടാതെ രോഗസൗഖ്യം കിട്ടത്തില്ല. യേശു നമ്മളെ കാൽവറിയിൽ യേശു നമ്മുടെ അടിപ്പണ സൗഖ്യം തന്നു. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന ചില മേഖലയിൽ നമ്മൾ പാപം ചെയ്താൽ രോഗം മാറത്തില്ലെന്ന്. സന്തോഷമുള്ളവരല്ലേ പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ നമ്മളിൽ വെളിപ്പെടേണ്ടുന്ന ഒരു ആത്മീയത വെളിപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ രോഗസൗഖ്യത്തിന് തടസ്സമാണ്. യാക്കോബിന്റെ ലേഖനം 5. ജീസസ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 14-ാമത്തെ വാക്യം, 5:14. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇതൊരു വിശ്വാസമാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. Is any sick among you? Let him call for the elders of the church and let them pray over him, anointing him with oil in the name of the Lord. ഇത് ഒരു പുതിയ നിയമത്തിൻ്റെ ടീച്ചിങ് തന്നെ. രോഗിയായി കിടക്കുന്നവനെ സഭയിലെ എൽഡറെ വിളിപ്പിക്കുക, അതൊരു വിശ്വാസമാണ്. അടുത്ത വചനം. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അടുത്ത കണ്ടീഷൻ എന്നേക്ക് 16-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾക്ക് ലോകശാന്തി വരേണ്ടത് നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. നോക്കി, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. പാപം ഒരു പ്രശ്നമാണ് രോഗശാന്തിക്ക്. നോക്കി, അങ്ങനെ എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. അപ്പോൾ പാപം ഏറ്റുപറയാത്തത് രോഗശാന്തിക്ക് തടസ്സമാണ്. ഇനി ഞാൻ എത്ര യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞാലും എഴുന്നേൽക്കത്തില്ല. കാരണം ബൈബിൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ആത്മീയത നമ്മൾ വെളിപ്പെടാത്തിടത്തോളം കാലം ദൈവം അത് ചെയ്യത്തില്ല. പക്ഷെ പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് എൻ്റെ ജനം നശിക്കുന്നു. ഇപ്പോഴും യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ എന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് വെളിപ്പെട്ടില്ല. ഇത് ആ വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ആരോട് ഏത് മേഖലയിലൊക്കെ കറക്റ്റ് ചെയ്യപ്പെടാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ വചനം എല്ലാവരും കൂടെ ഒന്ന് വായിച്ചേ. എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങോട്ട് ഇത് കയറാൻ ബുദ്ധിമുട്ട്. വായിച്ചേ, ചേർന്ന് വായിക്കാം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ നീതിമാൻ്റെ ശ്രദ്ധയോടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ട്, ഫലിക്കാതിരിക്കാനുള്ള തടസ്സമുണ്ട്. ഇത് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വചനമാണ്, പഴയ നിയമത്തിലല്ല. എനിക്കറിയത്തില്ല നിങ്ങൾ ഏത് മേഖലയിലാണ് കർത്താവിൻ്റെ നിന്ന് പാപക്ഷമ സ്വീകരിക്കേണ്ടതെന്ന്. നിങ്ങളെന്ന വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെങ്കിൽ ഇതിനകത്ത് വേറെ വളരെ ഇമ്പോർട്ടൻ്റ്, കർത്താവിൻ്റെ നിന്ന് മാത്രം പാപിച്ചാൽ പോരാ.
എങ്ങനെ അറിയാം? മോനെ 15 എടുത്ത് നോക്കിയേ, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. നോക്കിയേ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പാപം ക്ഷമിക്കും. പക്ഷെങ്കിൽ മറ്റേ വ്യക്തിയുമായിട്ട് രമ്യതപ്പെട്ടെങ്കിലേ രോഗശാന്തി നടക്കൂ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? അത് നമ്മളെ തൊടുന്ന വിഷയമാണ്. നമ്മളെന്ന വ്യക്തി ഇല്ലാതായാലേ മറ്റേ വ്യക്തിയോട് ക്ഷമ ചോദിക്കാൻ പറ്റൂ. അങ്ങനല്ലേ വചനം? വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ട് അവനോട് ക്ഷമിക്കും. ഈ ക്ഷമിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെന്തുകൊണ്ടാണ് 16-ാം അധ്യായത്തിൽ അങ്ങനെ പറഞ്ഞേക്കുന്നത്? 16 എടുക്കുമോനെ നോക്കിയേ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വേണം, തമ്മിൽ പാപങ്ങൾ ഏറ്റു പറയണം. ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ തടസ്സമാണ്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടേണ്ട ഒരു ആത്മീയതയുണ്ട്. പരിജ്ഞാനമില്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. രോഗത്തിൻ്റെ കേസിൽ മാത്രമല്ല, പല മേഖലയിലും. സന്തോഷമുള്ളവരല്ലേ പറഞ്ഞാട്ടെ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി. എനിക്ക് മനസ്സിലാകുന്നു ദൈവാത്മാവ് നിങ്ങളോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ വെളിപ്പെടേണ്ട ഒരു ആത്മീയതയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയതയുണ്ട്. അത് എത്രമാത്രം വെളിപ്പെടുന്നുണ്ട്? ഒരു പക്ഷേ ഇത് വെളിപ്പെടാതെ ഒരാൾ ശുശ്രൂഷിക്കുമ്പോൾ രോഗസൗഖ്യം കിട്ടുന്നിരിക്കും. എനിക്കറിയാം, ഞാൻ ഒരുപാട് പഠിച്ചു. 95% രോഗസൗഖ്യം കിട്ടുന്നതും മടങ്ങി വന്നു. കാതറൻ ഗവൺമെൻറ്റൊക്കെ മീറ്റിങ്ങിൽ ലഭിച്ച രോഗസൗഖ്യങ്ങളൊക്കെ മടങ്ങി വന്നതായിട്ട് പുസ്തകത്തിൽ എഴുതിയിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരാളുടെ മീറ്റിങ്ങിൽ എനിക്കൊരു രോഗസൗഖ്യം കിട്ടിയാൽ ഇനിയൊരു ആത്മീയത വെളിപ്പെടുമെന്ന് നിർബന്ധമില്ല. ഒരു പക്ഷെങ്കിൽ അതിൽ കൂടി ചിലപ്പോൾ ആ വ്യക്തിയിൽ ഒരു ആത്മീയത വെളിപ്പെടാം. പക്ഷെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആത്മീയത അതല്ല. ജീസസ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരല്ലേ പറഞ്ഞാട്ടെ? ഇനി നിങ്ങൾക്ക് കാണിക്കാം, നമ്മളെന്നും ഇവിടെ പഠിക്കുന്നൊരു കാര്യമാണ്, വായിക്കുന്ന. നിങ്ങൾ എത്രമാത്രം അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. കത്രിമേശ എടുക്കുമ്പോൾ 1 കൊരിന്ത്യർ 11 23 തൊട്ട്. ജീസസ്. കർത്താവിൻ്റെ നിന്ന് ഡയറക്റ്റ് പ്രാപിച്ചതാ പൗലോസ്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതും എന്തെന്നാൽ. ഇത് നമുക്കെല്ലാം കാണാപ്പാടമാണ്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. അടുത്ത വചനം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അടുത്ത വചനം, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോൾ എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അടുത്ത വചനം, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്നൊക്കെ ബൈബിൾ പഠിപ്പിക്കുന്നു. അടുത്ത വചനം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു നോക്കിയേ. പൗലോസ് തന്നെ എഴുതിയിരിക്കുന്ന, കൃപയുടെ ശുശ്രൂഷകനായ പൗലോസ് തന്നെ. അടുത്ത വചനം, ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു. നോക്ക്, അനേകരും നിദ്ര കൊള്ളുന്നു, അനേകരും മരണപ്പെട്ടെന്നാണ് എഴുതിയേക്കുന്നത്. അയോഗ്യമായി കർത്തൃമേശയിൽ ഭാഗമാക്കായി അല്ലെങ്കിൽ ശരീരത്തെ വിവേചിച്ചില്ലെങ്കിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നോക്കിയേ, നിദ്ര കൊള്ളുന്നു, മരിച്ചെന്നാളാ. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ കാരണക്കാരമായ നമ്മളിൽ നിന്ന് പാപത്തിൽ നിന്ന് അത് മാറിയില്ലെങ്കിൽ രോഗസൗഖ്യം ലഭിക്കില്ല. കർത്തൃമേശ എടുക്കുമ്പോൾ ശിവു ഇതെന്നും വായിക്കുന്നതാണ്, നിങ്ങൾ കേൾക്കുന്നതോ അല്ലേ? ശരിയല്ലേ? ഇത് ശരിയല്ലേ? ഇത് ബൈബിളിൽ എങ്ങനെയല്ലേ അതിനല്ലേ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്താതെ നമ്മൾ കിടന്ന് ശാസിക്കുക, പിശാചിനെ പോ പിശാചിന് എൻ്റെ മേൽ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് എൻ്റെ ജനം നശിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ ഇതൊരു പരിജ്ഞാനമാണ്. ദൈവവചനത്തിന് കീഴ്പ്പെടുക, ദൈവവചനത്തിൽ ജീവിക്കുക എന്നുള്ള പരിജ്ഞാനം. മെനി സ്ലീപ്പ് എന്ന് പറയുന്നത് ഇറ്റേണൽ മരണമല്ല, ഈ ലോകത്തിൽ നിന്നുള്ള മാറ്റമാണ്. കാരണം എന്താ? സഭയ്ക്കകത്താണ് പറഞ്ഞേക്കുന്നത്. ഇത് രണ്ടും തീത്തോസിന് എഴുതിയ ലേഖനവും ഇതും സഭയോടാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ കർത്തൃമേശ എടുക്കുന്നതിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഇത് ഹേതുവായി. ഏത് ഹേതുവായി? ഇത് ഹേതുവായി. മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഫോർ ദിസ് കോസ് മെനി ആർ വീക്ക് ആൻഡ് സിക്ക് എമംഗ് യു. നോക്കിയ, നിങ്ങളുടെ ഇടയിൽ ഇതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത്. നമ്മളിൽ വെളിപ്പെടേണ്ടതായ ഒരു ആത്മീയതയുണ്ട്. ആത്മീയത വെളിപ്പെട്ടില്ലെങ്കിൽ ഇതിന് പകരമായി ഞാൻ എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചാലും നടക്കത്തില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയതയുണ്ട്. ഗ്ലോറി ടു ലോർഡ്. അതുകൊണ്ട് എല്ലാ രോഗവും പാവം മൂലമാകണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാൻ ഇത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഈ മേഖലയിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലേ എന്തുകൊണ്ടാണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഓൾറെഡി ഈ മേഖലയിൽ ഞാൻ അടിമയാണെങ്കിൽ എനിക്കൊരിക്കലും അത് വെളിപ്പെടുത്തി തരത്തില്ല. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ദൈവം പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ മുന്നോട്ട് പോയില്ലെങ്കിൽ വേറൊരു കാര്യം നമ്മളെ വെളിപ്പെടുത്തി തരത്തില്ല. ദൈവം നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാലേ അടുത്ത മേഖലയിലേക്ക് ദൈവം എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം ഇമ്പോർട്ടൻ്റാണ്. നോക്കിക്കേ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നമ്മെ തന്നെ ഒന്ന് വിധിക്കണം. എങ്ങനെയാണ് വിധിക്കുന്നത്? നമ്മിൽ ഇന്നിപ്പോൾ ഇവിടെ ശുശ്രൂഷിച്ച വചനം വെച്ച് നമ്മളെ ഒന്ന് വിധിച്ചു നോക്കി. അടുത്ത വചനം, വിധിക്കപ്പെടുന്നു എങ്കിൽ നാം ലോകത്തോടുള്ള ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുക. എന്ന് നോക്കിയേ, അപ്പോൾ ലോകത്തിന് വെച്ചിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാലശിക്ഷ. അപ്പോൾ മേളിൽ പറഞ്ഞ കാര്യം ലോകത്തിനുള്ളതല്ല, നമുക്കുള്ളതാണ്. നമ്മളിൽ വെളിപ്പെടേണ്ടത് ആത്മീയത വെളിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രമാത്രം നമ്മൾ സ്നേഹിക്കും. നമ്മൾ ഒരിക്കലും നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു. സഭയ്ക്കകത്ത്, ഈ വചന ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു. കാരണം എന്താ? കർത്താവ് സ്നേഹിക്കുന്നു ഒരിക്കലും നിത്യത നഷ്ടപ്പെടാതെ വണ്ണം. ഈ താൽക്കാലികമായ ചില പ്രതികൂലങ്ങൾ അത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അത് നിങ്ങൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങളിൽ വെളിപ്പെടേണ്ട ഒരു ആത്മീയത ദൈവം ആഗ്രഹിക്കുന്നു. എന്നിൽ വെളിപ്പെടേണ്ട ഒരു ആത്മീയത ദൈവം ആഗ്രഹിക്കുന്നു. എനിക്കറിയാം അത് എന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനിയും വെളിപ്പെടും. അതിൻ്റെ അകത്ത് എന്തൊരു സ്വാതന്ത്ര്യമാണെന്ന് അറിയാം. പ്രതീക്ഷിക്കാത്ത മേഖലയിൽ ദൈവം അത്ഭുതം ചെയ്യും. നഷ്ടം നിന്റെ നഷ്ടമാകത്തില്ല. ലോകത്തിനെല്ലാം നഷ്ടം വന്നാലും പല മേഖലയിൽ ഞാൻ അനുഭവിക്കുന്നു. ക്യാരൻ്റെ വിവാഹത്തോട് സംബന്ധിച്ച് മാത്രമല്ല, പല മേഖലയിൽ. കാരണം എന്താ? ഒരു ആത്മീയത എന്നിൽ വെളിപ്പെട്ടു. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആഗ്രഹം എന്നെ കേൾക്കുന്നവരും നിങ്ങളിലും ഇതേ ആത്മീയത വെളിപ്പെടണമെന്നാണ്. അതെൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിങ്ങളെല്ലാം ഈ ആത്മീയതയെ അനുഭവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
ജീസസ്. ലോകത്തിന് നിങ്ങളെ മനസ്സിലാകത്തില്ല. കാരണം എന്താ? ലോകം ശിക്ഷാവിധിക്ക് വെച്ചിരിക്കുക, നിങ്ങൾ ശിക്ഷാവിധിക്ക് വേണ്ടി വെച്ചിരിക്കുക അല്ല. നിങ്ങളിൽ ഒരു ആത്മീയത, ഈ ഒരു ആത്മീയത വെളിപ്പെടണം. ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിക്കണം, ഇത് ദൈവത്തിന് ഇഷ്ടമാണോ? എൻ്റെ ജീവിതശൈലി ദൈവത്തിന് ഇഷ്ടമാണോ? എൻ്റെ സംസാരം ദൈവത്തിന് ഇഷ്ടമാണോ? എൻ്റെ ആഗ്രഹം ദൈവത്തിന് ഇഷ്ടമാണോ? വ്യക്തിപരമാകട്ടോ. ഇതിനാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനെ തന്നിട്ട് വ്യക്തിപരമാണ്. കോമൺ ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് കോമൺ ടീച്ചിങ് ഉണ്ട്, അല്ല വ്യക്തിപരമാണ്. കോമൺ ടീച്ചിങ്ങിൽ നിങ്ങൾ കീഴ്പ്പെട്ടെങ്കിൽ മാത്രമേ വ്യക്തിപരമായിട്ട് നിങ്ങൾ ഇടപെടൂ. ബൈബിളിൻ്റെ വചനത്തിൽ നിങ്ങൾ കീഴ്പ്പെട്ടെങ്കിൽ മാത്രമേ വ്യക്തിപരമായി നിങ്ങളോട് ഇടപെടൂ. പിന്നെ എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല? സംസാരിക്കാത്തതിൻ്റെ കാരണം വചനത്തിൽ പോലും ഇതുവരെ ഇടപെട്ടിട്ടില്ല. നിങ്ങൾക്ക് കീഴ്പ്പെടാൻ റെഡിയല്ല. അതുകൊണ്ടാണ് ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നത്, പിന്നെ എങ്ങനെ സ്വർഗത്തിലുള്ളത് പറയുന്നത്? യേശു ഇന്ന് ഞാനിപ്പോഴും ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, പിന്നെ എങ്ങനെ സ്വർഗത്തിലുള്ള കാര്യം പറയുന്നത്? പ്രീസലോ, നമ്മൾ എത്രമാത്രം അഡമൻ്റ് അല്ലേ നമ്മുടേതായ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മതലം നമ്മൾ വെളിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക, എൻ്റെ ജീവിതശൈലി അങ്ങനെ ആകുക. അതിൽ പരം ഒരു ബ്ലെസ്സിങ് ഇല്ല. ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയത എന്നിൽ വെളിപ്പെട്ടാൽ പിശാച് വിറയ്ക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിശാച് പറയും, ഇവനെ കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ലല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീസസ്. Oh Jesus, hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Glory, glory. Hallelujah. കർത്താവിനോട് അടക്കം എന്തൊരു സന്തോഷമായത്. Praise the Lord. Hallelujah. എന്തൊരു സന്തോഷമാണ്. യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞ വലിയ സന്തോഷമാണ്. അവൻ്റെ പ്രയോറിറ്റി കർത്താവാ. നിങ്ങളുടെ പ്രയോറിറ്റി കർത്താവ് അല്ലെങ്കിൽ കുഴപ്പമുണ്ടാകുന്നറിയാം, നിങ്ങൾക്ക് ഭാരം ഉണ്ടാകും. നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ അധികമായിട്ട് യേശുവിനെ സ്നേഹിക്കുന്നു. കുഴങ്ങും പാസ്റ്റർ ചോദിച്ചു അല്ലേ? നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ അധികമായി യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങളാണെന്ന് നിങ്ങൾക്ക് പ്രാധാന്യം യേശുവാണോ? എല്ലാവരും പറയത്തില്ല. യേശു പറയാം നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിക്കാൻ റെഡിയാണോ? അങ്ങനെ ഇത് പറയുന്നേക്കുന്നേ. ഇന്ന് പറഞ്ഞത് മൊത്തം യേശു പറയാ ഇങ്ങനെ ജീവിക്കണമെന്ന്. മറ്റേ ആത്മീയതയല്ല. യേശു പറയുന്നത് പോലെ ജീവിക്കാതെ എനിക്ക് കിട്ടുന്നൊരു ബ്ലെസ്സിങ് ഒരിക്കലും ആത്മീയതയല്ല. ആത്മീയത തോന്നാം, അത് പുറമേ ഉള്ള ആത്മീയത. ആ പുറമേ ഉള്ള ആത്മീയ പ്രകടനം ഒരിക്കലും അകമേ വെളിപ്പെടാത്തതാണ്. ഞാൻ വീണ്ടും പറയുക, നിങ്ങളുടെ പുറമേ ഉള്ള ആത്മീയ പ്രകടനം പലപ്പോഴും അകമേ വെളിപ്പെടുവാനുള്ള ആത്മീയതയ്ക്ക് തടസ്സമാകരുത്. യഥാർത്ഥ ആത്മീയത അകത്ത് വെളിപ്പെടാൻ തടസ്സമായി പുറമേ പ്രകടിപ്പിക്കുന്ന ആത്മീയത ആകരുത്. Praise the Lord. Praise the Lord. Hallelujah. Glory to Lord. Glory, glory, glory. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവം എത്ര സ്നേഹവാനാ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ജീവിതം എത്ര ഭാഗ്യമാണ്. അല്ലേ?
എന്തൊരു ഭാഗ്യമാണ് അതൊരു വ്യക്തിക്ക്. നിങ്ങൾക്കത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവരാ. ഈ ലോകത്തിൻ്റെതായ ഒരു പ്രശ്നങ്ങളും നിങ്ങളെ ഏൽക്കത്തില്ല. ഹല്ലേലൂയ. അതല്ല നിങ്ങളുടെ വിഷയം, ദൈവമാണ് നിങ്ങളുടെ വിഷയം. Glory to Lord. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ദൈവത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നെങ്കിൽ ഈർഷ്യയും പകയും പിണക്കവും അസ്വസ്ഥതയും ഇതൊന്നും എന്നിൽ നിന്ന് പോകത്തില്ല. എത്ര ആത്മീയനാന്ന് പറഞ്ഞാലും ദൈവത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം ആ വ്യക്തിയിൽ ഒരിക്കലും പുറപ്പെടത്തില്ല. നിങ്ങൾ ഈ വിഷയം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് ഈർഷ്യയും പകയും പിണക്കം മാറ്റാമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് ഈർഷ്യ, പക, പിണക്കം, അസൂയ ഇതൊക്കെ മാറ്റാമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം. സമാധാനം ഇല്ല, കിട്ടത്തില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ല. ബൈബിള് പറയുന്ന ആത്മാവിൻ്റെ ഫലം നിങ്ങൾ പുറത്ത് വരത്തേയില്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളിൽ നിന്ന് എങ്ങനെ ദൈവസ്നേഹം പുറത്തു വരും? ജീസസ്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ സ്നേഹപ്രകടനം മൊത്തം നിങ്ങൾക്ക് വേണ്ടി ഒരു അജണ്ടയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശു എന്താണ് യേശുവിന് വേണ്ടി ജീവിക്കാഞ്ഞത്? കാരണം യേശുവിൻ്റെ അകത്ത് സ്വാർത്ഥതയില്ല. യേശുവിനുണ്ടായിരുന്നത് മൊത്തം ത്യജിച്ചു. പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ ഇവിടിട്ടിറങ്ങി വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അകത്തൊരു സ്വാർത്ഥതയില്ല, പിതാവിൻ്റെ ഇഷ്ടം മാത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എവിടെ താഴാനും റെഡിയാ. ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ താഴാൻ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. ഗ്ലോറി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും പറയത്തില്ല യേശു ഒരു മാതൃക വെച്ചു പോയെന്ന്. ഏത് മാതൃകയാണ് വെച്ചു പോയത്? താൻ സ്വയമായി ജീവിച്ചില്ല, പിതാവ് തന്നിൽ കൂടി ജീവിക്കുകയായിരുന്നു. താൻ സ്വയമായി ഒന്നും പറഞ്ഞില്ല, പിതാവ് തന്നിൽ കൂടെ നിന്ന്. ഓ ജീസസ്, പ്രൈസ് ദി ലോർഡ്. ഹോമയാഗോ മനനയാഗോ ഒന്നും നീ ഇച്ഛിച്ചില്ല. എന്നാൽ വേണ്ട, പുസ്തകത്തിനുള്ളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വരുമ്പോൾ ക്രൂശ് ആസ്വദിക്കുകയായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്രൂശ് താൻ ആസ്വദിക്കുകയായിരുന്നു. കാരണം എന്താ? പിതാവ് അതിൽ കൂടി കാണുന്ന. ഓ ഹല്ലേലൂയ. പിതാവ് അതിൻ്റെ അകത്ത് കാണുന്നുണ്ട് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. ഓ ഹല്ലേലൂയ. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ തക്കതിന് വണ്ണം ഹല്ലേലൂയ അവൻ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അതേ ആത്മീയതയാണ് നമ്മൾ വെളിപ്പെടേണ്ടത്. യേശുവിൽ വെളിപ്പെട്ട അതേ ആത്മീയത നമ്മൾ വെളിപ്പെടണം. Hallelujah. Hallelujah. Praise the Lord.
Praise the Lord. Oh, hallelujah. Praise the Lord. 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 Hallelujah. Hallelujah. യേശു 33.5 വർഷക്കാലം ഇവിടെ ജീവിച്ചു. എന്തിനു വേണ്ടി ജീവിച്ചു? യേശു മടങ്ങി വരുന്നിടം വരെ യേശുവിൻ്റെ ബാക്കി ഭാഗം ജീവിക്കാൻ ആ സഭയെ വെച്ചിരിക്കുന്നു. Jesus. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അവിടെ സ്വാർത്ഥത എന്ത്? ഞാൻ ചോദിക്കുന്നത്, അവിടെ സ്വാർത്ഥത വന്നാൽ എങ്ങനെ യേശു ജീവിക്കും? യേശു 33.5 വർഷക്കാലം ഇവിടെ ജീവിച്ചത് തനിക്ക് താൻ മടങ്ങി വരുന്നതും വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ വരുന്നിടം വരെ തന്നെ താൻ ഈ ഭൂമിയിൽ ജഡത്തിലായിരുന്നപ്പോൾ എങ്ങനെ വെളിപ്പെട്ടോ അതുപോലെ വെളിപ്പെടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ജീവൻ നമുക്ക് തരേണ്ട കാര്യമുണ്ട്. 33.5 വർഷക്കാലം ഇവിടെ ജീവിച്ച് അവൻ്റെ ജീവൻ എൻ്റെ അകത്തേക്ക് തന്നത് എൻ്റെ ലൈഫ് മാറി. ആദമിൽ നിന്നുള്ളൊരു ജീവിതമായിരുന്നു. ആദമിൻ്റെ ജീവൻ്റെ പ്രത്യേകത സ്വയത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. ഇന്നും യേശുവിനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് സ്വയത്തിന് വേണ്ടി ജീവിച്ചാൽ ആദമും ജീവിച്ചതും തമ്മിൽ എന്താ വ്യത്യാസം? യേശുവിൻ്റെ ലൈഫ് ഞാൻ സ്വീകരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ തുടർമാനമുള്ള ലൈഫ് എന്നിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതിന് തടസ്സമാരാ? എൻ്റെ സോളാ. അതുകൊണ്ട് ആയിഷ പറഞ്ഞു, എന്നെ ആരെങ്കിലും പിൻപറ്റാൻ വന്നേൽ സ്വയത്തെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഞാൻ വെളിപ്പെടാൻ പറ്റത്തില്ല. ഞാനൊരു വ്യക്തിയിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ അവനെന്ന വ്യക്തി മരിച്ചാലേ പറ്റൂ. ഒരു വ്യക്തിക്ക് യേശുവിന് വേണ്ടിയും സ്വന്തമായിട്ടും സ്വയത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നിൽ യേശുവിന് വേണ്ടി ജീവിക്കും, അല്ലെങ്കിൽ സ്വയത്തിന് വേണ്ടി ജീവിക്കും. തിരഞ്ഞെടുപ്പ് നിൻ്റേതാ. Praise the Lord. Praise the Lord. Glory. Glory to Lord. വളരെ ഇമ്പോർട്ടൻ്റാണ് ഇന്നത്തെ സന്ദേശം. വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ ആത്മീയതയെ മാറ്റുന്ന, നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്ന ആത്മീയത അല്ല യഥാർത്ഥ ആത്മീയത. നിങ്ങൾ ഇതുവരെ വിചാരിച്ചതല്ല. എനിക്കത് വേണ്ട എന്നാ ദൈവത്തിന് ഇഷ്ടം. എനിക്ക് വേണ്ട, കാരണം ദൈവം എനിക്ക് കരുതി വച്ചിരിക്കുന്ന മതി. അതാ എൻ്റെ ഇഷ്ടം. യേശു, പിതാവേ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. ജീസസ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തടസ്സമായി നിൽക്കരുത്. എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തടസ്സമായി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ വരത്തില്ല, നമ്മളിൽ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ച്, നിങ്ങൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കിയോ? പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നടക്കാത്തതിൻ്റെ കാരണം എൻ്റെ ഇഷ്ടം. കാരണം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്താൻ പോലും പറ്റുന്നില്ല. എന്ന് എൻ്റെ ഇഷ്ടം പോകുമ്പോൾ യഥാർത്ഥമായി ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടും. ജീസസ്. ഓ, അതൊരു ഭയങ്കര. ആ ഇഷ്ടം എൻ്റെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിങ്ങളുടെ കഴിവ് വേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കഴിവ് വേണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഒരു അംശം പോലും കഴിവ് വേണ്ട. അത് ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മഹത്വം ദൈവം തന്നെ എടുക്കും. ഹല്ലേലൂയ.
നിങ്ങളുടെ ബുദ്ധി വേണ്ട, നിങ്ങളുടെ ചിന്ത വേണ്ട. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ ദൈവം തൻ്റെ അതിന് മഹത്വം എടുക്കും. അത് നമുക്കറിയാം നമ്മുടെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന്. കാരണം എന്താ? എച്ചിലെങ്കിലും നമുക്ക് നമ്മുടെ മഹത്വം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. അതാണ് ആത്മീയത. അതാ ഞാൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടം ഒരു അല്പം ഉണ്ടെങ്കിൽ ആത്മീയത ഇല്ല, എൻ്റെ ജഡമാണ്. എൻ്റെ ഇഷ്ടത്തിൻ്റെ പേരാ ജഡം. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാപമാ ഈ ജഡം എന്ന് പറയുമ്പോൾ ഏതാണ്ട് വെച്ച് കൊലയാ മറ്റ് അല്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരോധമായാലും ജഡമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ജഡമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ജഡം നമ്മുടെ ചർച്ച മാത്രമേ ഉള്ളൂ ജഡം എന്ന് എന്നോടൊരാൾ പറഞ്ഞു. റീസല്ലോ ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ജഡമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് ഇഷ്ടത്തിന് വിരോധമായ എല്ലാം ജഡമാണ്. ഇപ്പം ഞാൻ എന്നോട് പറയാം ശത്രുവിനെ സ്നേഹിക്കണം. ഞാൻ ശത്രുവിനെ സ്നേഹിക്കാൻ തടസ്സമായി നിൽക്കുന്ന എൻ്റെ ജഡമല്ല, ആത്മാവല്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനും തടസ്സം എൻ്റെ ജഡമാണ്. അതെൻ്റെ ഇഷ്ടങ്ങളാണ്. എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ജഡമാണ്. നമ്മളൊരു ഇത് പറഞ്ഞിരിക്കുന്ന പാവം മാത്രമാ ജഡം. പാവം ജഡം തന്നെ. പക്ഷെങ്കിൽ അതിനപ്പുറമായി ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത എൻ്റെ ഇഷ്ടങ്ങൾ മൊത്തം ജഡമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം. അപ്പോൾ പ്രാർത്ഥന എന്തിനാ? ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനാ. അല്ല എൻ്റെ ഇഷ്ടം ഇപ്പോഴത്തെ പ്രാർത്ഥനയല്ല എങ്ങനെയാ? എൻ്റെ ഇഷ്ടം ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാനാ, അല്ലയോ? അതോ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന? Praise the Lord. Praise the Lord. Hallelujah. Glory to Lord. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിന് വ്യക്തമായി നമ്മളെ പറ്റി പദ്ധതിയുണ്ട്. എൻ്റെ പൂർത്തീകരണം നടക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ഇഷ്ടങ്ങളാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് മാറി അതിൻ്റെ അകത്തുനിന്നൊരു മാറ്റം വരുന്നു, അന്നേരം മാത്രമേ ദൈവത്തിന് പിന്നെ പ്രവർത്തിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടേതായ ഇഷ്ടം കൊണ്ട് ഒരു ദൈവദാസൻ പറയുന്നു, നിങ്ങളുടേതായ ഇഷ്ടം. ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. നിങ്ങളൊരു ബസ്സാണെന്ന് വിചാരിച്ചോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ബസ്സിൽ കയറിയിരിക്കുന്നു, അതോ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ ബസ്സിലാണ് കയറിയിരിക്കുന്നത്? നിങ്ങളെവിടെ ആയിരിക്കും ചെല്ലുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ആ ബസ്സിൽ ദൈവികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടേതായ ഇഷ്ടമുള്ള ബസ്സിൽ ദൈവികമായതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ബസ്സിൽ കയറിയാൽ ദൈവത്തിൻ്റെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഡെസ്റ്റിനിയിലേ നിങ്ങൾ എത്തിച്ചേരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വചനം വെച്ച് നമ്മളെ ഒന്ന് ജഡ്ജ് ചെയ്യുന്നത് നല്ലതാണ്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു, ഇപ്പോൾ അതിലാണോ നിൽക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറരുത്. നാമും വളരെ ഇമ്പോർട്ടൻ്റ്. നാം, ഞാനത് ഒത്തിരി നോക്കി. ഞാനെന്നല്ല പൗലോസ് പറഞ്ഞത്, നിങ്ങളെന്നല്ല പറഞ്ഞത്, നാമും. അപ്പോൾ പൗലോസ് ഉൾപ്പെടെ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ഈ ലോകത്തിലേക്ക് മഹാഭാവിയാണ്, എന്നാൽ കർത്താവ് എന്നെ സ്നേഹിച്ചു, എന്നെ വീണ്ടെടുത്തു. അവൻ്റെ മഹാകൃപയാണ് ഞാൻ ഈ ആയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അധികം പാപം ചെയ്യാത്തവർ, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളെക്കാൾ മുൻപിൽ ചുങ്കക്കാരും വേശ്യമാരും സ്വർഗ്ഗരാജ്യത്തിൽ ചെല്ലും. അവരെന്നെ സ്വീകരിച്ചു. എന്നെ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്നെ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് മുമ്പേ ഉള്ളതിൽ നിന്നെല്ലാം വിടുതൽ നടക്കുന്നത്. അല്ല, ഞാൻ കുടുംബപരമായിട്ട് ഇന്നടുത്താ ജീവിച്ചു വന്നെന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് ഇല്ല അവിടെ, ഒരു പ്രസൻസ് ഇല്ല, ഒരു ഫ്യൂച്ചർ ജീവിതശൈലി ഇല്ല. നോക്കി, അനേകർ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുക. ശൈലിയിൽ, ഒരു പാരമ്പര്യ ശൈലിയിൽ ജീവിച്ചു വരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും എൻ്റെ കൂടെ നേരത്തെ പഠിച്ച ഒരു സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ, ഇതുപോലെ പാസ്റ്ററാന്നൊക്കെ അറിഞ്ഞിട്ട്, മോനെ ആ വിഷയം നമ്മുടെ ആ പാരമ്പര്യം അങ്ങ് പോരാ. ഞാൻ പറഞ്ഞു പോരാ. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു ഒരിക്കലും എൻ്റെ വിശ്വാസം രക്ഷിക്കത്തില്ല, കർത്താവിലുള്ള വിശ്വാസത്തെ രക്ഷിക്കും.
അതാണ് ഈ എല്ലാവരും പറയുന്നത്, നിന്റെ വിശ്വാസം എങ്ങനെ രക്ഷിക്കും, നിന്റെ വിശ്വാസം എങ്ങനെ രക്ഷിക്കുന്നു? ഇല്ല, കർത്താവിലുള്ള വിശ്വാസം രക്ഷിക്കൂ. അതാണ് അവർക്ക് ഏറ്റവും പറ്റിയിരിക്കുന്ന കുഴപ്പം. അവരവരുടെ വിശ്വാസമൊന്നും അല്ല, ഒറ്റ വിശ്വാസമേ ഉള്ളൂ, കർത്താവിലുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ കർത്താവിലുള്ള വിശ്വാസമല്ല പ്രസംഗിക്കുന്നതെങ്കിൽ എക്യൂമെനിക്കലാകാം. ഇവിടെ പ്രശ്നം ഏതാ? എക്യൂമെനിക്കലാണെന്നുണ്ടെങ്കിൽ കർത്താവിനെ പ്രസംഗിക്കരുത്. ജീസസ്. ബാക്കിയെല്ലാം കുഴപ്പമില്ല, കർത്താവ് ഒഴിച്ച് ബാക്കിയെല്ലാം എക്യൂമെനിക്കലാകാം. പക്ഷെ കർത്താവ് വന്നു കഴിയുമ്പോൾ എക്യൂമെനിസം പൊട്ടും. കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ പരീക്ഷന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാം എതിരായി. അങ്ങനെ ഒരു എതിര് നിങ്ങൾ വരുന്നില്ലെങ്കിൽ നിങ്ങളും ഇപ്പോഴും യഥാർത്ഥമായിട്ട് കർത്താവിലല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53 10 വാക്യം. ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം മേളില ഇല്ലേ, ഇതിനകത്തില്ലേ? അല്ലല്ല, അതൊക്കെ കഴിഞ്ഞ് ഇത് വേണ്ടിയത്. ഇവിടെ പ്രൈസ് ദി ലോർഡ്. ലാമന്റേഷൻ്റെ മേളിലാണ്. ഓ, അതൊത്തിരി അങ്ങ് കയറിപ്പോകുന്നു. താഴെ ഇവിടെ ഇത് സോങ്സ് ഓഫ് സോൺസിൻ്റെ താഴെ 53 10 വാക്യം. 53 verse 10. എന്നാൽ അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. നോക്കി, ഇപ്പം യേശുവിനെ തകർക്കാൻ ആർക്കാ പ്രസാദം തോന്നിയേ? പിതാവിന്. വെള്ളിയാഴ്ചയൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് പ്രസാദം തോന്നിയെന്നാ. അവനെ തകർക്കാതെ നമ്മളെ പണിയാൻ പറ്റത്തില്ല. നോക്കി, യേശുവിനെ തകർക്കാതെ നമ്മളെ പണിയാൻ പറ്റത്തില്ല. യേശുവിനെ തകർത്തു എന്നിട്ടും പണിയപ്പെടാൻ നീ ഏൽപ്പിക്കുന്നില്ലെങ്കിൽ, നോക്കിയ വില നോക്കി. എന്തുകൊണ്ട്? ശിക്ഷാവിധി. യേശുവിനെ തകർത്തു, പക്ഷെ പണിയപ്പെടാൻ നീ ഏൽപ്പിക്കുന്നില്ല. യേശുവിൽ നടന്ന പണിയുടെ ബെനിഫിറ്റ് അനുഭവിക്കാൻ നീ സമ്മതിക്കുന്നില്ല. അതിനാ ശിക്ഷാവിധി. നിന്റെ പാപത്തിനല്ല ശിക്ഷാവിധി. ആ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം യേശുവിനെ തകർത്തു, പക്ഷേ ആ തകർച്ചയുടെ ബെനിഫിറ്റ് അനുഭവിക്കാൻ നീ സമ്മതിക്കുന്നില്ല. ഇതാണ് ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ലെന്ന് പറയുന്നത്. മതം മൊത്തം നീ നല്ലവണ്ണം നടക്കണം, നിനക്ക് നല്ലവണ്ണം നടക്കാനേ പറ്റില്ല, നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനേ പറ്റത്തില്ല. നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഒരുവനെ തകർത്തു, ആ തകർത്തതിൻ്റെ ബെനിഫിറ്റ് നീ അനുഭവിക്കണം. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ, സോൾ ഒരു അകൃത്യയാഗമായി. നോക്കിയേ, അവൻ്റെ സോൾ അകൃത്യയാഗമായി തീർന്നു. അവൻ്റെ പ്രാണൻ. ഇതാണ് അവനോട് കൂടെ കഷ്ടം സഹിക്കുക എന്ന് പറയുന്നത്. നമ്മൾ മക്കളെങ്കിലും അവകാശികളാണ്. അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്ര കഷ്ടം എന്താണ്? നമ്മുടെ സോൾ ഒരു അകൃത്യയാഗമാകണം. എൻ്റെ ഇഷ്ടങ്ങൾ ഒരു അകൃത്യയാഗമാകത്തോളം കാലം ഞാൻ അവൻ്റെ കൂട്ടാവകാശമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഇഷ്ടങ്ങളും കർത്താവിൻ്റെ ഇഷ്ടം കൂടെ വെച്ചോണ്ട് കൂട്ടവകാശമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ചിന്തിച്ച് നോക്കി. എൻ്റെ കുറേ ഇഷ്ടം, കർത്താവിൻ്റെ കുറേ ഇഷ്ടം, നമ്മൾ രണ്ടും കൂടെ കൂട്ടവകാശിയാണാൽ സ്ഥിതി എന്തായിരിക്കും? പല പാർട്ണർഷിപ്പ് ഫിലിം കണ്ടിട്ടില്ലേ നിങ്ങൾ? കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കോ നമ്മുടെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഇന്ന് സഭയ്ക്കകത്ത് തെളി നടക്കുന്നത്. തടസ്സമേതാ? നമ്മുടെ സോൾ അകൃത്യയാഗമായിട്ടില്ല ഇതുവരെ. നമ്മുടെ ഇഷ്ടം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമുണ്ട് നമ്മുടെ സോൾ.
നോക്കിയേ, അവൻ്റെ പ്രാണൻ ഒരകൃത്യയാഗമായി. When those shall make his soul an offering for sin. ശരീരം മാത്രമല്ല, ഇഷ്ടങ്ങൾ. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഇഷ്ടങ്ങളും കാൽവറിയിൽ മരിക്കണം. അവനോട് കൂടെ നമ്മൾ മരിച്ചപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും മരിച്ചു, നമ്മൾ മരിച്ചു. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഇതൊന്നും അനുഭവിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും കർത്താവിന് നമ്മൾക്ക് കൂട്ടവകാശിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ കൂട്ടവകാശിയായിരിക്കുന്നത് പലരുടെയും ധാരണ എൻ്റെ ഇഷ്ടങ്ങൾ മൊത്തം യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു വരുത്താനാണെന്നാ എന്നെ കർത്താവിൻ്റെ കൂട്ടവകാശിയായിരിക്കുന്നത്. ഓ അല്ല, കർത്താവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യാൻ ഒരാൾ വേണം. ഓ ഹല്ലേലൂയ, അതിൻ്റെ നിറവിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് തന്നെ ഇരുത്തിയതിൻ്റെ ഉദ്ദേശം സ്വർഗത്തിലുള്ള ചിന്തിക്കണം, അവിടുന്നായിരിക്കണം എൻ്റെ കൺട്രോൾ. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശു ആയിരിക്കണം എൻ്റെ കൺട്രോൾ. കാരണം ഞാനും അവനുമായിട്ടാ പാർട്ട്ണർ. ഹല്ലേലൂയ, ഞാനും അവൻ്റെ കൂട്ടവകാശിയാണ്. ഈ ഭൂമിയിൽ യേശുവിന് ജീവിക്കുവാനുള്ള മന്ദിരമാണ് ഞാൻ. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി. ഈ ഭൂമിയിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിന് ജീവിക്കുവാനുള്ള മന്ദിരം. അതുകൊണ്ടാണ് എന്നെയും അവനെയും. എനിക്കിപ്പോൾ ഒരു ശരീരമുണ്ട്. ഈ ശരീരം എനിക്കും, ഈ ബോഡി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ്. കർത്താവിൻ്റെ ശരീരം എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമല്ല ജീവിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കുക, തലയായ ക്രിസ്തുവിൻ്റെ ശരീരം ആരുടെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കേണ്ടത്? തലയായ ക്രിസ്തുവിൻ്റെ ശരീരം ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? കാരണം ശരീരം കർത്താവിൻ്റെ ആണല്ലോ. തല ഒന്ന് ചിന്തിക്കുന്നു, കർത്താവിൻ്റെ ശരീരം വേറൊന്നും ജീവിക്കുമോ? ഈ ഇഷ്ടം ചെയ്ത ശരീരത്തെ ചേർക്കാനാണ് യേശു വരുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളത് ഇമാജിൻ ചെയ്ത് നോക്കി, യേശു നമ്മുടെ തലയാ, ശരീരം. ഈ തല പറയുന്ന പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്, അതോ സിഗ്നൽ മൊത്തം തലേന്നാണ് കിട്ടുന്നത്? പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, തലയാകുന്ന ക്രിസ്തുവിൻ്റെ കൂട്ടല്ല ശരീരം ജീവിക്കുന്നെങ്കിൽ ആരെയായിരിക്കും വെളിപ്പെടുത്തുന്നത്? ബോഡിയെ വിവേചിക്കണമല്ലേ? കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കണ്ടേ? ഹലോ, നിങ്ങളാരും ഇല്ലേ? ഈ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിച്ചുകൊണ്ടാണോ പത്രോമേശ അനുഭവിക്കുന്നത്? ഓർത്തോണം, നമ്മൾ ആരാ? തലയാകുന്ന കർത്താവിൻ്റെ ശരീരമാണ്. അതിനെ വിവേചിച്ചുകൊണ്ടാണോ കർത്തൃമേശയിൽ ഭാഗവാക്കാകുന്നത്? നമ്മളിൽ നിന്ന് വരുന്ന കർത്താവിൻ്റെ ശരീരത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണോ? നോക്കിയേ, കർത്തൃമേശ അനുഭവിക്കുന്ന എന്തൊരു ഇതാണെന്ന് നോക്കി. നമ്മളൊന്ന് വിവേചിക്കണം, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ആണോ എന്നിൽ കൂടി വരുന്നത്? പറയുമ്പോൾ കൊള്ളാം അല്ലേ, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് എന്നെ അവിടെ കൊണ്ട് ഇരുത്തിയേക്ക്. എന്നെ ഇരുത്തിയേക്കുന്നത് എന്തിനാ? കർത്താവിൻ്റെ ഫുൾനെസ് ഇവിടെ വെളിപ്പെടുത്താൻ. എന്നെ അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇരുത്തണോ? എന്നെ സ്വർഗത്തിൽ ഇരുത്തിയേക്കുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ ഫുൾനെസ് ഇവിടെ വെളിപ്പെടുത്താനല്ലേ? ആ ഒരു വെളിപ്പാടോട് വേണം കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കാകാനാണ് പറഞ്ഞേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേൾക്കുന്ന ആത്മീയതയും ഇവിടെ ഇന്ന് ശുശ്രൂഷിച്ച ആത്മീയത എന്താ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യേ. എന്താ പിശാച് ആധിപത്യം എടുക്കുന്നത്? ആരാ ജീവിക്കുന്നത്? യേശു ആണോ ജീവിക്കുന്നത്? യേശു ആണോ ജീവിക്കുന്നത്? ശാസനയുണ്ട്, ബഹളങ്ങളുണ്ട്. യേശു ആണോ ജീവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്.
കൂടുതൽ ഞാനിവിടെ ഇത് സുസൂചി ഇന്ന് ക്രൂശ് പ്രസംഗിക്കത്തില്ല. പൗലോസ് പറഞ്ഞ് എനിക്കിതല്ലാതെ ഒന്നും പ്രസംഗിക്കാനില്ല. നിങ്ങൾ എത്ര സഭയിൽ പോട്ടെ കോവിഡിന് മുമ്പ് ക്രൂശ് പ്രസംഗിക്കുമായിരുന്നു? മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ലാതെ ക്രൂശ് പ്രസംഗിക്കുന്ന എത്ര സഭകളുണ്ടായിരുന്നു? പിന്നെങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയത സഭകളിൽ വെളിപ്പെടും? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കാണുന്നതെല്ലാം ആത്മീയതയല്ല. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി. 1 കൊരിന്ത്യർ 3 ജീസസ് 16. നിങ്ങൾ എല്ലാവർക്കും സുപരിചിതമാണ് വചനം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ വസിക്കുന്നതെന്നറിയാമോ? നമ്മുടെ വീണ്ടും ജനിച്ച സ്പിരിറ്റിൽ, ആത്മാവിലാണ്. കാരണം കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവ്. ഇതിനകത്ത് ഒത്തിരി കാര്യം മെഡിറ്റേറ്റ് ചെയ്യാനുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഇന്നർ മോസ്റ്റ് പാർട്ട്, വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടിയായ എൻ്റെ ആത്മാവ്. പുതിയ സൃഷ്ടിയാകാതെ ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവിന് ഇരിക്കാൻ പറ്റിയ ഒരു വിശുദ്ധ സ്ഥലം എൻ്റെ അകത്തില്ല, അല്ലെങ്കിൽ നേരത്തെ വരാമായിരുന്നു. അപ്പോൾ യേശു കാൽവറിയിൽ മരിച്ച് എൻ്റെ അകത്ത് വന്നത് എൻ്റെ ഒരു പുതിയ സൃഷ്ടിയാക്കിയും അത് ഒരുമിച്ച് നടക്കുന്നൊരു കാര്യമാണ്. നോക്കിക്കോണം. അപ്പോൾ യേശു കാൽവറിയിൽ മരിച്ചില്ലെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന് എൻ്റെ അകത്ത് വരാൻ പറ്റത്തില്ല, എന്നെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ ഓർത്തോണം, യേശു കാൽവറിയിൽ മരിച്ചതിൻ്റെ ഉദ്ദേശം പരിശുദ്ധാത്മാവിന് എന്നെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന അവനവൻ തന്നെ, പരിശുദ്ധാത്മാവല്ല. ആ വ്യക്തിയിൽ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയത വെളിപ്പെടുത്തുകയില്ല. ഇനി എത്ര സ്വഭാവം മാറ്റിയാലും, നമ്മൾ പ്രാർത്ഥിച്ച് കുറേ സ്വഭാവം മാറ്റിയാലും, ആ വ്യക്തിയിൽ യേശു യഥാർത്ഥമായിട്ട് വന്ന് പരിശുദ്ധാത്മാവ് വസിക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയത ആ വ്യക്തിയിൽ വെളിപ്പെടുത്തല്ല. എന്തെല്ലാം ബ്ലെസ്സിങ് ഈ ലോകത്തിലേക്ക് കിട്ടിയാലും ഇല്ല, യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവ് വന്നിട്ട് പോലും ആൾക്കാർക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയത വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. ഈ വചനം വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൻ്റെ മന്ദിരം എന്നല്ല പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ സോളും ബോഡിയും ആത്മാവിനനുസരിച്ച് ദൈവഇഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കണം. ഞാൻ വീണ്ടും പറയുക, യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കുന്ന നമ്മുടെ വീണ്ടും ജനിച്ച ആത്മാവിലാണ്. പക്ഷേ ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നാ. അതിൻ്റെ അർത്ഥം എന്താ? ആത്മാവിൽ വെളിപ്പെട്ട അതേ ദൈവഇഷ്ടം കൊണ്ട് എൻ്റെ മനസ്സും എൻ്റെ ബോഡിയും നിറയണമെന്നാ. ഒറ്റ അല്ലേലും ആരേലും ഒന്ന് പറഞ്ഞായിരുന്നു എനിക്കൊരു സന്തോഷമായിരുന്നു. പഴയ യെരൂശലേം ദേവാലയത്തിലേ ഉള്ളൂ അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് മേളിൽ നിന്ന് താഴോട്ട് ഓപ്പണല്ലേ? ഹലോ, നമ്മുടെ ആത്മാവിൽ നിന്ന് ഓപ്പണല്ലേ മൈൻഡിലേക്കും ശരീരത്തിലേക്കും? അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ മന്ദിരമെന്നും അല്ലെ അതിവിശുദ്ധ സ്ഥലമെന്ന് പറയണ്ടായിരുന്നോ നമ്മുടെ ആത്മാവിനെ? മനുഷ്യൻ അതിവിശുദ്ധ സ്ഥലം ദൈവം ഉണ്ടാക്കിയത്, ദൈവം സമാധാനം ഉണ്ടാക്കി നമ്മളെ കണ്ടുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയത്തില്ലേ? അത് അറിയത്തില്ല. അതാ പ്രശ്നം. പഴയ നിയമത്തിൽ സമാധാന കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് ആത്മാവ്, സോള്, ഒരു ബോഡി ഉള്ളതുപോലെ അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞത്. എന്നിട്ട് ദൈവത്തിന് അറിയാം അതിവിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എൻ്റെ ആത്മാവ് എന്നെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാ അതേ ദൈവത്തിൻ്റെ മന്ദിരമെന്നാ എന്നെ വിളിക്കുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിൻ്റെ ജ്ഞാനം ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ അറിഞ്ഞോ, മോശയ്ക്ക് അറിയത്തില്ല. ഈ സമാധാനങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ വേണമെന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ മോശയ്ക്ക് അറിയത്തില്ല നാളെ ഞാനാ ഇതാകാൻ പോകുന്നതെന്ന്. കാരണം മോശയ്ക്ക് അങ്ങനെ വെളിപ്പാടില്ല, പഴയ നിയമതാക്കന്മാർക്കില്ല. പക്ഷെ പുതിയ നിയമത്തിൽ ഇരിക്കുന്ന നമുക്കിൻ്റെ വെളിപ്പാട് കിട്ടി. ഇവിടെ ഓർത്തോണം, അന്നത്തെ ദൈവത്തിൻ്റെ ആലയമല്ല ഇന്ന്. അന്ന് അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, ഈ പ്രാകാരത്തിൽ ജനം വന്നങ്ങ് പോകുമായിരുന്നു. പക്ഷെങ്കിൽ ആ മറ കീറി. അതിൻ്റെ അർത്ഥം എൻ്റെ അകത്തും മറ കീറി, എൻ്റെ ആത്മാവിലുള്ളത് എൻ്റെ മൈൻഡിലേക്കും എൻ്റെ ശരീരത്തിലേക്കും, ഹല്ലേലൂയ, അതിൻ്റെ നിറവ് വെളിപ്പെടുത്താൻ പറ്റും. അതിന് തടസ്സം എങ്ങനെ അവിടെ ഒരു മറ കടന്നോ? കാൽവറിയിലെ മരണത്തിൽ അടിതൊട്ട് മേൾ വരെ കീറിയോ എന്ന് പറഞ്ഞതുപോലെ ആത്മാവ് വീണ്ടും ജനിച്ചതിൻ്റെ അകത്ത് വന്നു. പക്ഷെ ഒരു മറ കിടക്കുന്നു. അത് എന്താ? എൻ്റെ സോള. അത് മുറിഞ്ഞെങ്കിൽ മാത്രമേ, അതൊരു യാഗമായി തീർന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഫുൾനെസ് വെളിപ്പെടൂ. ഹല്ലേലൂയ. നിന്റെ സോള് മുറിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, നിന്റെ ഇഷ്ടങ്ങൾ മുറിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, അതിന്റെ ഫുൾനെസ്, ഹല്ലേലൂയ, നീ എന്ന മന്ദിരത്തിൽ വെളിപ്പെടും. Praise the Lord. Praise the Lord. Hallelujah. നോക്കിയേ, ദൈവം എങ്ങനെയാണ് നമ്മളെ ദൈവാനുരൂപമാക്കി മാറ്റുന്നത്? നോക്കിയേ, ദൈവം വന്നിറങ്ങിയത് നമ്മുടെ ആത്മാവിൽ വന്നിറങ്ങി. ആത്മാവിൽ വന്നിറങ്ങി ഓരോ നിമിഷവും പണിയുക. എന്തിനെ? മുൻകൂടാരം നിൽക്കുക. ഏതായി മുൻകൂടാരം? നമ്മുടെ സോൾ. മുൻകൂടാരത്തിൽ ശുശ്രൂഷകൾ പലതും നടക്കുന്നുണ്ട്, പക്ഷേ ദൈവവിധ പ്രകാരമല്ല. ആ മുൻകൂടാരം പൊട്ടിയെങ്കിൽ മാത്രമേ യഥാർത്ഥ ശുശ്രൂഷ വെളിപ്പെടൂ. ജീസസ്. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാന കൂടാരം അത് അയ്യോ യെരുശലേമിൽ അങ്ങനെ ഉണ്ടാക്കിയതാ. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചേ, അതൊന്ന് കണ്ടിട്ട് നമ്മൾ ആരാന്നൊന്ന് ചിന്തിച്ചേ. നമുക്കും അതുപോലെ തന്നെ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും പ്രാകാരവും ഉണ്ട്. അല്ലെങ്കിൽ ആത്മാവ് ദൈവത്തെ ടച്ച് ചെയ്യുന്നു, നമ്മുടെ സ്വയത്തെ ടച്ച് ചെയ്യുന്നതാണ് നമ്മുടെ സോൾ. നമ്മുടെ ബോഡി വേൾഡിനെ ടച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ദൈവം ഇറങ്ങിയത്, എൻ്റെ ആത്മാവിൽ ഇറങ്ങിയത് എൻ്റെ മനസ്സും എൻ്റെ മറ്റുള്ളവരുമായുള്ള ബന്ധവും ദൈവികമാകാനാ. Praise the Lord. Praise the Lord. Holy of holiness, holiness and outer court. അതില്ല, മറ കീറി. യഥാർത്ഥ മറ കീറുന്നത് എന്താണെന്ന് എപ്പോഴാണെന്നറിയാമോ? കാൽവറിയിലെ യഥാർത്ഥ എൻ്റെ മറ കീറിയതാ. പക്ഷെ എനിക്കത് വെളിപ്പെട്ട് കിട്ടണം. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരമായ എന്നിൽ നിന്ന് ഞാൻ ജീവിക്കുമോ? ഹലോ, ദൈവത്തിൻ്റെ മന്ദിരമായ എന്നിൽ നിങ്ങൾ ജീവിക്കുമോ? അല്ല ഞാൻ ജീവിക്കുമോ? എന്തിനാ എന്നെ ദൈവത്തിൻ്റെ മന്ദിരമാക്കിയത്? യേശുവിനെ ജീവിക്കാനാ. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. എന്തോ പദവി അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, സ്ത്രീയെ ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നത്, നിങ്ങൾ യെരുശലേമിൽ ആരാധിക്കുന്നു. സ്ത്രീയെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്ന നാഴിക വരുന്നു. ജീവിക്കുന്ന മന്ദിരങ്ങളായി. യെരുശലേമിൽ ഇനിയും പോകണ്ട. ഭൂമിയുടെ അറ്റത്തോളം മന്ദിരം ചെല്ലുക, ഭൂമിയുടെ അറ്റത്തോളം നടന്നു ചെല്ലുക. ആരെ വെളിപ്പെടുത്താൻ? ജീവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്താൻ. ആരും അറിയാത്തിടത്ത്, ആർക്കും ചെന്നു പറ്റാൻ പറ്റാത്തിടത്ത് നീ എത്തിക്കുക. ദൈവത്തിൻ്റെ മന്ദിരം എത്തുക. ഓ ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ടു ലോർഡ്. എങ്ങനാ ഈ ലോകം മൊത്തം ദൈവം അവകാശമാക്കി മാറ്റുന്നത്?
നിന്നെയും എന്നെ ഒരു മന്ദിരമാക്കി ഭൂമിയുടെ അറ്റത്തോളം. ഹല്ലേലൂയ. ഒരിടത്തിരുന്ന് ആരാധിക്കാനല്ല, ഈ മന്ദിരത്തിൻ്റെതായ മാനിഫെസ്റ്റേഷൻ എല്ലാ മേഖലയിലും നടക്കണം. നീ എവിടെയൊക്കെ പോകുന്നോ ഹല്ലേലൂയ, അവിടെ എല്ലാം വെളിപ്പെടണം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കാരണം ഇന്ന് ഉറച്ചിരിക്കുന്ന ഒരു മന്ദിരമല്ല, നിന്റെ മുന്നേ നിൽക്കുന്ന വ്യക്തിയും ഈ മന്ദിരമാകേണ്ടവളാ. നിന്റെ കുടുംബത്തിലിരിക്കുന്നവൾ നിന്റെ മന്ദിരം, ഈ ദൈവത്തിൻ്റെ മന്ദിരമാകേണ്ടതാ. നിന്റെ ചാർച്ചക്കാർ ഹല്ലേലൂയ, നിന്റെ സുഹൃത്തുക്കൾ, നീ പോകുന്ന എല്ലായിടത്തും ഈ മന്ദിരം പണിയപ്പെടേണ്ടതാ. ഹല്ലേലൂയ. യെസ്. ഓരോ കല്ല് ചേർത്ത് അപ്പോസ്തലന്മാർ യേശു വന്ന അടിസ്ഥാനത്തിന്മേൽ അപ്പോസ്തലന്മാരുടെ രീതിയിൽ ഒരു മന്ദിരം പണിതെടുക്കുക. ഹല്ലേലൂയ. യെസ്. യഥാർത്ഥ മന്ദിരം, ജീവനുള്ള കല്ലുകൾ. ഹല്ലേലൂയ. യെസ്. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ഓർത്തേ. നമ്മളാകുന്ന ദൈവത്തിൻ്റെ മന്ദിരം കൊണ്ടുള്ള ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ഒരു വലിയ ഇതാണ് ദൈവരാജ്യം. ആ രാജ്യമാണ് ഇവിടെ ഭരണത്തിലേക്ക് വരാൻ പോകുന്നത്. ആ രാജ്യത്തിൻ്റെ ഭാഗവാക്കായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. Glory to Lord. Glory, glory, glory. Glory to Lord. Glory, glory, glory. Praise the Lord. Praise the Lord. Praise God. Hallelujah. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകും. ദൈവം പറഞ്ഞു, ഇന്നത്തെ സന്ദേശം ആവശ്യത്തിൽ ആയിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം, സമാഗമന കൂടാരം. അല്ലെങ്കിൽ നിങ്ങൾ പഴയ നിയമം എടുത്ത് വെച്ചൊന്ന് പഠിച്ചു നോക്കണം. എന്നിട്ട് എബ്രായ ലേഖനം ഒന്ന് എടുത്ത് പഠിച്ചു നോക്കിയാൽ നിങ്ങൾ ആത്മാവിൽ നിന്ന് ജീവിക്കാനുള്ളവരാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തിലുള്ള ശുശ്രൂഷകൾ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ആത്മാവിൽ ജീവിച്ചാലേ പറ്റും. ദൈവത്തിൻ്റെ മന്ദിരത്തിനകത്ത് എൻ്റെ ഇഷ്ടത്തിന് യാതൊരു പ്രാധാന്യമില്ല. ചിന്തിച്ചു നോക്കി, ദൈവത്തിൻ്റെ മന്ദിരത്തിനകത്ത് എൻ്റെ ഇഷ്ടത്തിന് എന്ത് പ്രാധാന്യം? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. അനേകർ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ ഒരു കൂട്ടം പറഞ്ഞു, ആരുണ്ട് യഹോവയുടെ പക്ഷത്ത്? ഒരു കൂട്ടം പറഞ്ഞു, ഞങ്ങളുണ്ടെന്ന്. അവരാ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യർ. മറ്റനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് കിട്ടി. ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടൊരു കൂട്ടം. അവർക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. എല്ലാവർക്കും പൗത്ത് കൊടുക്കുമ്പോൾ അവർക്ക് അവകാശമില്ല. അവരുടെ അവകാശം ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ അവകാശം ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവനുണ്ടെങ്കിൽ, ആ അവകാശമുണ്ടെങ്കിൽ എന്ത് മേഖലയിലും എനിക്ക് ജയിക്കാൻ പറ്റും. ഞാൻ പാപത്തെ ജയിക്കുന്നത് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടാണ്. എനിക്ക് ദൈവ ഇഷ്ടമല്ലാത്ത ചെയ്യാൻ പറ്റാത്ത യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഇഷ്ടത്തേക്കാൾ കൂടുതൽ ഞാൻ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. നിങ്ങളോട് പറയാം, ദൈവ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തേക്കാൾ അധികമായി യേശുവിനെ സ്വീകരിച്ചാലേ പറ്റൂ. നിങ്ങളിൽ വെളിപ്പെടുന്ന ആത്മീയത എത്രമാത്രം നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രൂഫാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത് പറയും, പക്ഷേ നിങ്ങൾ വെളിപ്പെടുമ്പോൾ ആത്മീയത കണ്ടാൽ അറിയാം നിങ്ങൾ എത്രമാത്രം യേശുവിൽ വിശ്വസിക്കുന്നു. യേശുവിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഓർത്തോണം, നിങ്ങൾ യേശുവിനേക്കാൾ എന്ത് ചെയ്യുന്നു അതിനാ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. വീണ്ടും ഞാൻ പറയുക നിങ്ങളോട്, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
ഇനി ഏത് പാപത്തെയും ജയിച്ചിരിക്കും യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ജയിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അത്രമാത്രമേ യേശുവിൽ വിശ്വസിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമില്ല അതിനെ ജയിക്കാൻ. ജയിക്കാം, നിങ്ങൾ ജയിച്ചിരിക്കും യേശുവിൽ വിശ്വസിച്ചാൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ വെളിപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നില്ല. അയ്യോ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നോ. അതിൽ വിശ്വസിച്ചാൽ, അതിനേക്കാൾ അപ്പുറമായി നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ യേശുവെ ജയിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്പർജൻ എന്ന ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ബി വാക്കിംഗ് ബൈബിൾ. നടക്കുന്ന ബൈബിളാകാൻ. ബുക്കല്ല, നമ്മൾ നടക്കുന്ന ബൈബിളാകാൻ. നമ്മളെ കാണുന്നവർ ബൈബിൾ വായിക്കണമെന്ന്. ഹലോ, അതിപ്പോഴും തലക്കടയിലാണോ? ബി വാക്കിംഗ് ബൈബിൾ എന്നെങ്കിലല്ലേ അക്ഷരാഭ്യാസമില്ലാത്തവർക്ക് വായിക്കാൻ പറ്റൂ. എങ്ങനെ അക്ഷരാഭ്യാസമില്ലാത്തവൻ ബൈബിൾ വായിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി. ക്ലോസ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിൽ ശക്തമായി വെളിപ്പെടുത്തി തരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കണം ബി വാക്കിംഗ് ബൈബിൾ. ഏത് അക്ഷരാഭ്യാസമില്ലാത്തത് എന്നാലും നിങ്ങളെ നോക്കി അവർക്ക് വായിക്കാൻ പറ്റും. നിങ്ങളുടെ സംസാരം കേട്ടാൽ വായിക്കാൻ പറ്റും. നിങ്ങളുടെ നടപ്പ് കണ്ടാൽ വായിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടപെടൽ കണ്ടാൽ വായിക്കാൻ പറ്റും. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടാൽ വായിക്കാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാ. ഹല്ലേലൂയ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഹല്ലേലൂയ, നിങ്ങളുടെ അഭിരുചി, നിങ്ങളുടെ ക്യാരക്ടർ കണ്ടാൽ അവർക്ക് ബൈബിൾ വായിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഓ ജീസസ്. നല്ല പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം, ഗ്ലോറി ടു ലോർഡ്, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ നിന്നെ ആരാധിച്ച് കർത്താവേ. ഞങ്ങളിൽ നിന്ന് നല്ല ആരാധന വരുന്നുണ്ട്. നീ ഞങ്ങളുടെ അകത്തിറങ്ങി നീയാ ഞങ്ങളെ കൂടി ആരാധിക്കുന്നത്. ഞങ്ങളെ ഒന്നാക്കി ചേർത്തത് ഞങ്ങളും ആത്മാവും കൂടെ ഒന്നിച്ചാരാധിക്കാനാ. ഞങ്ങളുടെ പ്രാർത്ഥന നിൻ്റെ ഇഷ്ടമാണ്. നിൻ്റെ ആത്മാവും ഞങ്ങളിൽ ഇറങ്ങി നിൻ്റെ ഇഷ്ടം ഞങ്ങളെ കൂടി പ്രാർത്ഥിക്കുക. ഓ അതിൻ്റെ നിറവ്, ഹല്ലേലൂയ. ഞങ്ങളുടെ ഇഷ്ടം അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സഭയാ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് വന്ന ഓരോ വ്യക്തികൾക്കായി സ്തോത്രം. ഇന്ന് കേൾപ്പിച്ച ദൈവശബ്ദം കർത്താവേ അവർക്ക് വെളിപ്പാടാക്കി മാറ്റണം. ഇവിടുന്ന് ഇവർ പോയാലും ഇത് സംസാരിച്ചു കൊണ്ടിരിക്കണം. എങ്ങനെ എമോവീസിലേക്ക് നടന്ന ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം കത്തിയതുപോലെ കർത്താവേ ഇവർ ജോലി ചെയ്യുന്നിടത്ത്, ഇവർ പോകുന്നിടത്ത് ഈ വചനം കത്തണം. ഹല്ലേലൂയ. ദൈവം എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് താൻ ആരെന്ന് യഥാർത്ഥമായി വെളിപ്പെടുത്തി കൊടുക്കുന്ന പരിശുദ്ധ ആത്മാവ് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരിലും കൂടിയും ഹല്ലേലൂയ ഇതിൻ്റെ വെളിപ്പാടിൽ നിറച്ച് ഞങ്ങളുടെ ജീവിതശൈലിയെ മാറ്റുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നടക്കുന്ന ഓരോ മീറ്റിങ്ങുകളും അനുഗ്രഹമാകട്ടെ. ചെയിൻ പ്രയറിനായി സ്തോത്രം. അതിൽ ഭാഗവാക്കാകുന്നവരെ അനുഗ്രഹിക്കുന്നു. ആത്മാവിൻ്റെ നിറവ് അവരിൽ വെളിപ്പെടട്ടെ. ദൈവ ഇഷ്ടം കൊണ്ട് അവർ നിറഞ്ഞു വരട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒരു വാർദ്ധക്യത്തിലായിരിക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്ന അവരെ അവിടുന്ന് സൂക്ഷിക്കും. ദൈവിക ജ്ഞാനത്തെ അവരെ നിറയ്ക്കണേ. അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിച്ചാട്ട്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരിലൊരു ആത്മീയത ഇന്ന് വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഇതുവരെ വെളിപ്പെടാത്ത ചില ആത്മീയതകൾ അവരിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അതിൽ കൂടി അവരിൽ വരുന്ന ഒരു സ്വസ്ഥത, സമാധാനം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു ആത്മാവിൻ്റെ നിറവിൽ വെളിപ്പെടുന്ന നഷ്ടപ്പെട്ട നന്മകളുടെ മടങ്ങിവരവ് അവരനുഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതുവരെ നഷ്ടപ്പെട്ട ചിലതിൻ്റെ ഒരു മടക്കി വരവ്, ഹല്ലേലൂയ, അതിൽ കൂടി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ്. യൗവനക്കാരെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ജോലിക്കായി ഒക്കെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവർക്ക് വേണ്ട 40 വഴികൾ കൊടുക്കണമേ. ലിബിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു.
കർത്താവിൻ്റെ മകൻ അവധിയോടനുബന്ധിച്ച് ഇവിടെ ആയിരിക്കുന്നു. തുടർന്നുള്ള പഠനത്തിനും തുടർന്നുള്ള കർത്താവെ പോക്കിനുള്ള കാര്യങ്ങൾക്കെല്ലാം ക്രമീകരണങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കർത്താവെ പേപ്പർ വർക്കുകളൊക്കെയും നീക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മറ്റ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ലിബിനായി സ്തോത്രം, ഹല്ലേലൂയ, ലിൻഡോയ്ക്കായി, ജിതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് അവർ നടക്കട്ടെ. ജിനുവിന് വേണ്ടി, ചെറുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ്. ഞങ്ങളുടെ യൂത്ത് മീറ്റിൽ വരുന്ന എല്ലാവരെയും, സാമിനെയും കുടുംബത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ്. ക്യാരനായി പ്രാർത്ഥിക്കുന്നു. പ്രവേശിക്കാൻ പോകുന്ന വിവാഹ ജീവിതത്തിനായി സ്തോത്രം. ദൈവികമായിട്ട് അതിൽ പ്രവേശിക്കുവാൻ ഇടയാക്കണ മഹിമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ്. ദൈവിക പർപ്പസിൽ നടക്കട്ടെ, അതിനെ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ നടുവിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൂരെയായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, കുടുംബദൈവത്തിലേക്ക് പ്രവേശിക്കുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, മായയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരിൽ കൊടുക്കാൻ പോകുന്ന കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നല്ലോ, അവരുടെ കുടുംബജീവിതവും ദൈവികമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും എവിടെയൊക്കെ ഞെരുങ്ങുന്നു ഒരു വിശാലത സംഭവിക്കട്ടെ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് ദൈവത്തിൻ്റെ അത്ഭുത വാതിലുകൾ തുറക്കപ്പെടട്ടെ. ജോലി മേഖലയിൽ ഞെരുങ്ങുന്നവർക്ക് വിശാലത സംഭവിക്കട്ടെ. ഹല്ലേലൂയ, രോഗാവസ്ഥയിൽ നിന്ന് അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവേ, ഏതെങ്കിലും മേഖലയിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തി വെളിപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് അതിലൊരു സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം. വന്നിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം അവർ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഓജോടിച്ചാനെ അമ്മാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ ക്രമീകരണങ്ങൾക്കായി സ്തോത്രം. കർത്താവ് ഒരുക്കുന്ന വഴികൾക്കായി നന്ദി പറയുന്നു. ഒന്നിച്ച് ഇവിടെ വരുവാനും കാണുവാനും നിന്നെ സന്തോഷിപ്പാനും ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പുതുതായിട്ട് വന്നിരിക്കുന്ന ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് അവരുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കണമേ. കർത്താവെ, അവരിലൊരു വലിയ മാറ്റങ്ങൾ കർത്താവ് ഓരോരുത്തരിലും അത് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. എല്ലാ മഹത്വം കർത്താവിന്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തൻ്റെ പിതാവേ, ആമേൻ.